എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പറയുന്ന പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. അപ്പോ ഞാൻ പരാതി പറഞ്ഞാണോ മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം? പരാതി പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ഒരു സൂചന വന്ന. അപ്പോ അതൊരു പരാതിയായിട്ട് എടുക്കരുത്. പരാതി പറയുന്നവരുടെ ഒരു പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ന്യായീകരണമാണ്. ഭയങ്കരമായിട്ട് ന്യായീകരിക്കും. ഇങ്ങനെ ഞാനിപ്പോ ന്യായീകരിച്ചില്ല അതുപോലെ. പക്ഷെ ഇതൊരു ആഹ്വാനാണ്. ഇവിടെ നമ്മളെപ്പോഴും പരിപാടി പറയുന്ന സമയത്ത് ചിലർക്ക് കൊള്ളാൻ വേണ്ടി പറയുന്നതാണ്. പരാതി നിങ്ങൾ ആ പോസ്റ്റർ കണ്ടുണ്ടാവും. ഒരു കുട്ടി ഒരു കണ്ണും അടച്ച് വേറൊരാളെ കാണിച്ചിട്ട് ഇത് അയാൾ എന്നെ എന്താ പറയാ, എന്നെ ഉപദ്രവിച്ചത്, അല്ല എന്നെ കുറ്റപ്പെടുത്തിയത്, അല്ലെങ്കിൽ എനിക്ക് അത് തരാതെ പോയത് എന്ന ഒരു പരാതി പറയുന്ന ഒരു കുട്ടി. കംപ്ലൈനിങ് ആണ്. നമ്മളൊക്കെ ഇതുപോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് അല്ലെ? അപ്പോ പരാതി എന്ന് പറയുന്ന ആ ഒരു കാര്യം പറയുന്നവർക്ക് ഈ പരാതി എന്താണോ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള അവസരം പ്രകൃതി നൽകാറുണ്ട്. എന്ത് പരാതിയാണോ ഉള്ളത്, ആ ഉള്ള പരാതിയെ കുറിച്ച് വീണ്ടും 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 പറയാനുള്ള അവസരം അങ്ങ് കൊടുക്കും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. മസ്തിഷ്കത്തിന്റെ സ്വഭാവമാണ്, പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ടാണ് പരാതി പറഞ്ഞവർക്ക് പരാതിയുടെ ആവനാഴിയിൽ അമ്പ് തീരുകയേയില്ല. എപ്പോഴും പരാതി തന്നെയാണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, പരാതി നിങ്ങൾ പറയാറുണ്ടെങ്കിൽ ഈ പരാതി എന്നുള്ളത് നിങ്ങളെ വിട്ടുപോകില്ല. പരാതി വിട്ടുപോകണമെങ്കിൽ, പരാതി പറയാനുള്ള കാരണങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പരാതി പറയുന്നത് നിർത്തുക എന്നുള്ളതാണ് അല്ലെ? അപ്പോ പരാതി പറയുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പരാതികൾ ഇല്ലാതെ ആവണമെങ്കിൽ പരാതിക്ക് കാരണമാകുന്നവ ഇല്ലാതെ ആവണം. പരാതിക്ക് കാരണമാവുന്നത് ഇല്ലാതെ ആവണമെങ്കിൽ പരാതിയുടെ കാരണം എന്താണെന്ന് അറിയണം. ഇപ്പൊ എനിക്ക് പണമില്ല എന്നതാണ് എന്റെ പരാതിയെങ്കിൽ, പണമില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് പരാതിക്ക് കാരണം. ഈ കാഴ്ച ആവർത്തിക്കുമ്പോ നമ്മൾ ആ കാഴ്ച നോക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ചയെ കുറിച്ച് നമ്മൾ പറയുന്നത് ആവർത്തിക്കുന്ന സമയത്ത് ആ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ നിൽക്കും, മാറില്ല. അപ്പോ പരാതിയുടെ ഒരു പൊതു ഘടന എന്തായിരിക്കും? എപ്പോഴും ഒരു കുറ്റം അതിനകത്തുണ്ടാവും. ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, വേറൊന്നായിരുന്നു വേണ്ടത് എന്നുള്ള ആ ഒരു അവസ്ഥ ചിലപ്പോ നമുക്ക് ഉള്ളിൽ നിന്നും ഇങ്ങനെ തള്ളി വരുന്നുണ്ടാവും. ഇങ്ങനെയല്ല വേണ്ടത് എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാവില്ല. ഈ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവില്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല. സംതൃപ്തി ഇല്ലാതെ ആവുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ വെളിയിലേക്ക് വരേണ്ടി വരും. ഈ ഉള്ളില് ശാന്തി ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയില്ല, നമ്മുടെ ശരീരം അസ്വസ്ഥമാണെങ്കിൽ നമ്മൾ പറയും മേലൊക്കെ വേദനിക്കുന്നു, എനിക്ക് വയ്യ. എന്റെ ശരീരത്തെ കുറിച്ചാണെങ്കിലും അവരുടെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണെങ്കിലും എന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ പരാതി പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അശാന്തിയാണ്. ഇത് പോരാ, ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള തൃപ്തിയില്ലായ്മയാണ്. പല കാരണങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട്. അപ്പൊ അവയുടെ ഒരു പ്രാഥമിക രൂപത്തെ കുറിച്ച് മാത്രമാണ് നമുക്കിവിടെ സംസാരിക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് സംസാരിച്ചാൽ തീരുന്ന വിഷയമൊന്നും അല്ല ഈ പരാതി എന്ന് പറയുന്നത്. അപ്പോ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് സംതൃപ്തി ഇല്ല എന്നുള്ളതാണ്. നിരാശ. ഞാൻ ആശിച്ചു, പക്ഷെ അതെനിക്ക് ലഭിച്ചില്ല. അപ്പൊ ആശിക്കുക എന്നൊരു കാര്യം ഉണ്ടല്ലോ അവിടെ. ഞാനൊരു കാര്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരുടെ പ്രതീക്ഷ നടക്കാതെ പോകുന്ന ഒരവസ്ഥ വന്നത് കൊണ്ടാണ് നമുക്ക് പരാതി വരുന്നത്, തൃപ്തി വരാത്തത്. അപ്പൊ ഞാൻ ആശിക്കുക എന്നൊരു കാര്യം ഉണ്ടല്ലോ, അത് ഞാനിപ്പോ കാണുന്നു, എന്റെ അയൽപക്കക്കാരനെ കാണുന്ന സമയത്ത് അയാളുടെ ഉള്ളില് സന്തോഷമുണ്ട്, അയാളുടെ ഉള്ളില് ശാന്തിയുണ്ട്, അയാളുടെ ഉള്ളില് കണ്ണഞ്ചിപ്പിക്കുന്ന ധനാഢ്യതയുണ്ട്. അപ്പൊ അത് കാണുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന തോന്നൽ, എനിക്കുണ്ടാവുന്ന ഫീൽ എന്ന് പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കില്ല ഇത്, അയാൾക്കുണ്ട്. എനിക്കില്ലാത്തത് അയാൾക്കുണ്ട്, അയാൾക്കുള്ളത് എനിക്കില്ല. അപ്പൊ ഈ ഒരു താരതമ്യം എന്നുള്ള സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഒക്കെ ഈ പരാതി പറച്ചിലിന്റെ ഒരു കാരണമാകാറുണ്ട്. പരാതി പറയുന്നതിന്റെ ശീലം സത്യത്തിൽ നമുക്ക് തുടങ്ങുന്നത് സാധാരണ രീതിയിൽ കുട്ടിക്കാലത്ത് തന്നെയാണ്.
ഈ നമ്മുടെ ഏത് ക്യാരക്ടറും ഫോം ചെയ്യുന്നത് എവിടെ വെച്ചാ? കുഞ്ഞുനാളിലെ ഫോം ചെയ്യുന്നതാണ്. നമ്മൾ പിന്നീട് വളർത്തിയെടുക്കുന്നതൊന്നുമല്ല. നമ്മൾ കുഞ്ഞുനാളിലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ശീലങ്ങൾ. ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങൾ. ആവർത്തിച്ച് നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ആവർത്തിച്ച് ചെയ്യാൻ തോന്നുന്നത്. അപ്പോ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശരീരപ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോറ് വാരി ഉണ്ണുന്നു, ചോറ് വായിലേക്ക് വെച്ച് ഞാൻ കുറെ പ്രാവശ്യം ശീലിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചോറ് എടുത്ത് വായി വയ്ക്കുന്ന സമയത്ത് ചോറൊന്നും വായിലേക്ക് പോകില്ല, അവിടെ ഇവിടെയൊക്കെ ആയി ചുറ്റുപാടൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ പ്ലേറ്റിലുള്ള ചോറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചോറുണ്ട് തുടങ്ങുക. പക്ഷെ പിന്നീട് ചോറെടുത്ത് കൃത്യമായിട്ട് വായിലേക്ക് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഓരോ തവണ ചെയ്യുമ്പോഴും ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശരീരത്തിന്റെ സംവിധാനം ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് ന്യൂറോണുകളൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക പ്രവർത്തന ധാര ഉണ്ടാക്കി വയ്ക്കും. ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത്. ആ ന്യൂറൽ പാത്വേയുടെ വഴിയിലൂടെ വീണ്ടും പ്രവർത്തിക്കുക കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പോ മറ്റേ മൂത്രപ്പുര ഉണ്ടല്ലോ, മൂത്രപ്പുര. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച ഗവൺമെന്റ് സ്കൂളിലെ ഒരു മൂത്രപ്പുര. ഈ സ്കൂൾ തുറക്കുന്നത് വരെ വേനലായിരിക്കും. അപ്പോഴേക്കും സ്കൂളുകാരെ അവിടെയൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും. സ്കൂൾ തുടങ്ങുന്നതോടുകൂടി, ജൂണിലൊക്കെ സ്കൂൾ തുടങ്ങുന്നതോടുകൂടി മഴ വരും. അപ്പൊ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പുല്ലൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ 1ാം ക്ലാസ്സിൽ നിന്ന് മൂത്രപ്പുരയിലേക്ക് ഒരു ഓട്ടം, മൂത്രപ്പുരയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഓടും. മഴ തുടങ്ങുമ്പോൾ ഇവർക്ക് ഈ സ്കൂളിൽ നിന്നും നേരിട്ട് മൂത്രപ്പുരയിലേക്ക് പോകും, അവിടെ നിന്ന് നേരിട്ട് തിരിച്ചു വരിക മാത്രമേ ഉണ്ടാവും. അവര് വേറെ എങ്ങും പോകാൻ നിൽക്കില്ല. അപ്പോ ഇവര് നടക്കുന്ന വഴി തെളിഞ്ഞു കിടക്കുകയും മറ്റുള്ളിടത്തൊക്കെ പതുക്കെ മഴ കൊണ്ട് പുല്ല് മുളയ്ക്കുകയും ചെയ്യും. 2-3 മാസം കഴിപ്പിക്കും പുല്ലൊക്കെ വലിയ കാടായിട്ടുണ്ടാവും. പക്ഷെ ഈ മൂത്രപ്പുരയിലേക്കുള്ള വഴി മാത്രം തെളിഞ്ഞു കിടക്കും. കാരണം എന്താ? അത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട്. നിരന്തരം ഉപയോഗിക്കുന്ന സമയത്ത് ആ വഴി തെളിഞ്ഞു കിടക്കും. അതുപോലെ അത് ന്യൂറൽ പാത്വേകൾ ഉണ്ടാവുന്ന എങ്ങനെയാണ്? ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് ന്യൂറോണുകളൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക പ്രവർത്തന ധാര, ഒന്നിനു ശേഷം ഒന്ന്, അതിനുശേഷം അപ്പുറത്തേത്, അങ്ങനെ തുടർന്നു പോകുന്ന ഒരു പ്രവർത്തന ധാര ഉണ്ടാവും. ആ പ്രവർത്തന ധാര ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അത് വളരെ കൃത്യമായ ഒരു വഴിയായിത്തീരും. അടുത്ത തവണ നമ്മൾ അത്തരത്തിലൊരു പ്രവർത്തനം വേണ്ടി വരും. മൂത്രപ്പുരയ്ക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ ആ വഴിയെ പോവുള്ളൂ. അതുപോലെ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വഴിയെ ചെയ്യും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ തല ചൊറിയുന്ന ഒരു രീതി ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തല ചൊറിയുന്ന ഒരവസ്ഥ നമ്മൾ ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉത്തരം ചിലപ്പോൾ വന്നു വരില്ല. പണ്ടത്തെ ഏതൊരു കഥയിലുണ്ട്, ഒരു കുട്ടി ആരെന്ത് ചോദിച്ചാലും ക്ലാസ്സിലെ ടീച്ചർമാർ വന്ന് ചോദിച്ചാൽ മറുപടി പറയുമ്പോൾ അവന്റെ ഈ ഷർട്ടിന്റെ 5ാമത്തെ ബട്ടണിൽ ഇങ്ങനെ തോണ്ടിട്ടാണ് ഉത്തരം പറയുക. അവൻ എന്ത് ചോദിച്ചാലും, ടീച്ചർ എന്ത് ചോദിച്ചാലും അവൻ മറുപടി പറയും. അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടിക്ക് പറയാൻ അവസരം കിട്ടാറില്ല. അപ്പൊ അവൻ ഇത് കണ്ടുപിടിച്ചപ്പോ അവൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ 5ാമത്തെ ബട്ടൺ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒരു ദിവസം രാവിലെ സംസാരിക്കുന്ന അവൻ അറിയാതെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവൻ ടീച്ചർ ചോദിച്ചപ്പോ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നു. 5ാമത്തെ ബട്ടൺ ഇങ്ങനെ തോണ്ടാനായിട്ട് തൊട്ടപ്പോ അവിടെ ആ ബട്ടൺ ഇല്ല. ഇവൻ മൊത്തം അസ്വസ്ഥരായി. ഇവന് ഉത്തരം പറയാൻ പറ്റാതെ പോയി. ഉടനെ അടുത്ത കുട്ടിയിലേക്ക് ചാൻസ് പോയി, അയാൾ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളൊരു അവസ്ഥയുടെ തുടർച്ചയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശീലിച്ചു കഴിഞ്ഞാൽ ആ ശീലം പിന്നെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഈ ശീലം ഉണ്ടാകുന്ന ചെറുപ്പത്തിലാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാ തുടങ്ങുന്നത്? ഈ ചെറുപ്പം ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്നുള്ള സംഭവം ഫോം ചെയ്ത്, അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ളതിന്റെ ആ ഒരു വ്യക്തിത്വം ഫോം ആവുന്ന എവിടെ നിന്നാണ്? നമ്മൾ ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്ന സമയത്ത്, ഒരു അണ്ഡവും ബീജവും യോജിച്ച് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഫോം ആകുന്നു. അതിനെ കുറച്ചുകൂടെ ക്ലാസിക്കലായിട്ട്, കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് ആത്മീയം എന്നൊക്കെ പറയാം. പക്ഷെ ആത്മീയം മാത്രമല്ല, അതിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഡീപിക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സിലാക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ഫോർമേഷൻ ഫിസിക്കലി ഉണ്ടാകുന്നതിന് മുമ്പ്, ആ ഫിസിക്കൽ ഫോർമേഷന് മുമ്പ് ഒരു റീസൺ ഉണ്ടാവുന്നുണ്ട്. ആ റീസണിന്റെ സമയത്ത് അത് തുടങ്ങുന്നുണ്ട്. അവിടെ മുതൽ ഒരു സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ വൂമ്പിലാണ് ഈ കുഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഗർഭപാത്രം എന്നതാണ് കുഞ്ഞിന്റെ ഒരു ആവരണം, അതിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും കുഞ്ഞിന്റെ ക്യാരക്ടർ ഫോം ചെയ്ത് വരുന്നത്. അവിടെ നിന്നാണ് വേണ്ടുന്ന വിഭവങ്ങൾ കിട്ടുന്നത്, അവിടെ നിന്നാണ് വേണ്ടുന്ന ഇമോഷൻസ് കിട്ടുന്നത്, അവിടെ നിന്നാണ് വേണ്ടുന്ന വർക്കിംഗ് പാറ്റേണുകൾ കിട്ടുന്നത്. ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തനിക്ക് വേണ്ടത് എന്താണോ ഇത് പതുക്കെ സ്വാംശീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ വെളിയിലേക്ക് വരുമ്പോഴേക്കും തന്നെ
അമ്മ എത്രയും കാലം മനസ്സിൽ കരുതി വെച്ചിരുന്ന ഇമോഷൻസും ഇമോഷണൽ ബിഹേവിയറും ഇമോഷണൽ പാറ്റേണുകളും ഇമോഷണൽ ബ്യൂട്ടിയും ഒക്കെ ഈ കുഞ്ഞിന്റെ ഒരു ബേസിക് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ പുറത്തു വന്ന് കഴിഞ്ഞാലുള്ള ആദ്യത്തെ 6 മണിക്കൂർ, അതിനുശേഷം പിന്നീടുള്ള ഒരു 3 വർഷം, അതിനുശേഷം പിന്നീടുള്ള 5 വർഷം, ഇങ്ങനെയുള്ള ഒരു 8 വയസ്സ് വരെയുള്ള കാലം കൊണ്ടാണ് ഈ കുഞ്ഞിന്റെ വ്യക്തിത്വം ഫോം ചെയ്യുന്നത്. ഈ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് മിക്കവാറും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, സാധാരണ രീതിയിൽ ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്ന സമയത്തൊക്കെ ഈ വിവാഹിതയായ വനിത, അമ്മയാകുന്ന സ്ത്രീ, ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ പുതിയൊരാളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പലപ്പോഴും അവിടെ പലതുമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ടോ. ഈ പൊരുത്തക്കേടുകളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള പാകമാകുന്നതിന് മുമ്പേ ആയിരിക്കും മിക്കവാറും ഗർഭിണിയാകുന്നത്. അപ്പോ അങ്ങനെ ഗർഭിണിയാകുന്ന കാലത്ത്, പാകമാകുന്നതിന് മുമ്പ് ഗർഭിണിയാകുന്ന കാലത്ത് തനിക്ക് തൃപ്തിപ്പെടാത്ത ഒട്ടേറെ കാര്യങ്ങളുടെ അകത്തുകൂടെ ഈ സ്ത്രീ കടന്നു പോകേണ്ടി വരും. അപ്പോഴെല്ലാം ഉണ്ടാകുന്ന അതൃപ്തിയുടെ വൈകാരികമായ പാറ്റേൺ ഗർഭപാത്രത്തിലെ ഒരു മണ്ഡലമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിന്റെ ഇൻഡക്ഷൻ കുഞ്ഞിന്, ആ സൈഗോട്ടൻ ഉണ്ടാവും, വളർന്നു വരുന്ന കുഞ്ഞിനുണ്ടാവും. ആ കുഞ്ഞ് ഇത് തന്റെ ബേസിക് നേച്ചർ ആണെന്ന് മനസ്സിലാക്കും. ഈ ബേസിക് നേച്ചർ ആണ് കുഞ്ഞിന്റെ വ്യക്തിത്വമായിട്ട്, കുഞ്ഞിന്റെ പാരഡൈമായിട്ട്, മനോചിത്രമായിട്ട്, ഉപബോധ ചിത്രമായിട്ട് മാറുന്നത്. അങ്ങനെ മാറിയാണ് കുഞ്ഞ് എങ്ങനെ പെരുമാറുന്നു എന്ന കാര്യം ഫോം ആകുന്നത്. കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെല്ലേണ്ടത് ആരുടെ കയ്യിലാണെന്ന് അറിയോ? അച്ഛന്റെ കയ്യിലാണ്. അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. എന്റെ മക്കള് ജനിച്ചു കഴിഞ്ഞ ഉടനെ ഞാനാണ് പ്രസവം എടുത്തത്. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലേക്ക് ആ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടിനും എന്റെ സ്വഭാവം നല്ലപോലെ ഉണ്ട്. എന്റെ ആ ബേസിക് ക്യാരക്ടേഴ്സ് മിക്കവാറും അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കണം, ഒബ്സർവ് ചെവി വെച്ചിട്ട് ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുന്നിടത്ത് എഴുന്നിട്ട് അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഫോണ് എങ്ങനെയാണോ നമ്മൾ പിടിക്കുക അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുകയും കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിവിടെ ഒരാൾ കൃത്യമായിട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക, കുഞ്ഞ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഫോൺ പോലുള്ള ഒരു ഉപകരണം കൈ കിട്ടിയാൽ, വേണ്ട ഫോൺ കൈ കിട്ടിയാൽ അവൻ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. നമ്മൾ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് ഫോൺ ചെയ്യുന്നതെങ്കിൽ അവനും അതുപോലെ ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഫോൺ ചെയ്യും. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവൻ അനുകരിക്കണമെന്ന് വിചാരിച്ച് അനുകരിക്കുന്നതല്ല, പക്ഷെ അവൻ അതാണ് ചെയ്യുക. അവൻ അല്ലെങ്കിൽ അവൾ അതാണ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഈ അസ്വസ്ഥതയുള്ള ആ ഗർഭകാലം കഴിഞ്ഞ് വെളിയിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ ആദ്യം കുറച്ചു കാലം അമ്മ വീട്ടിലൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച്. അത് കഴിഞ്ഞ് അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ആദ്യമൊക്കെ സ്നേഹത്തിന്റെയും സംതൃപ്തിയുടെയും ഒക്കെ ഒരു കാലം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാല് കുടുംബങ്ങളാകുമ്പോൾ ചെറിയ ചെറിയ സൗന്ദര്യപ്പടക്കങ്ങളൊക്കെ ഉണ്ടാവും. സന്തോഷമായി പോകുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല. സന്തോഷം നഷ്ടപ്പെടുന്ന സമയത്ത് എല്ലാവരും അതിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്ത് കാണാറുണ്ട്, അതിനെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാറുണ്ട്. അപ്പോ ഈ അവസ്ഥയിൽ ഈ സ്ത്രീ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കിടയിൽ ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങൾ ഉണ്ടല്ലോ, ആ അസ്വാരസ്യങ്ങളൊക്കെ കോപ്പി ഉണ്ടാവും. ഈ അസ്വാരസ്യങ്ങളുടെ ഒരു പ്രധാന എലമെന്റ് എന്തായിരിക്കും? കുറ്റപ്പെടുത്തലായിരിക്കും, പരാതിപ്പെടലായിരിക്കും. ചില പരിഭവം പറയും, നീ എനിക്ക് തന്നില്ലല്ലോ, ഞാനിവിടെ ഇത് എടുത്തു വെച്ചപ്പോ നീ അത് ചെയ്തില്ലല്ലോ എന്ന രീതിയിൽ പരാതിയായിരിക്കും. അല്ലെങ്കിലോ അതെന്താ ചെയ്യാത്തതെന്നുള്ള കുറ്റപ്പെടുത്തലായിരിക്കും. ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഒരാൾ കൃത്യമായിട്ട് കോപ്പി ചെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ കോപ്പി ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ നമ്മളോട് തന്നെ പ്രയോഗിക്കും. ഈ കുട്ടികൾ നമ്മളോട് തന്നെ പ്രയോഗിക്കും. അച്ഛനമ്മമാർക്ക് ആ പ്രയോഗം കിട്ടും. പ്രയോഗം കിട്ടുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനെ ശാസിക്കും, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. അല്ല അർത്ഥമുണ്ടോ അതില്? നമ്മളാണ് അവനെ പഠിപ്പിച്ചത്. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും. ഇത് ഇന്നും നില തുടങ്ങിയ കാര്യമല്ല കേട്ടോ, കാലങ്ങളായിട്ട്. എന്ന് മുതലാണോ മനുഷ്യൻ ഈ ഒരു പ്രജനന പ്രക്രിയ
കുടുംബമായിട്ട് ജീവിക്കുന്ന പ്രക്രിയ തുടങ്ങി അന്ന് മുതൽ ഇതൊക്കെ തന്നെയാണ് കഥ. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു 2 വയസ്സാകുമ്പോഴേക്കും അവനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. പിന്നെയുള്ള കാലം അവന് നമ്മളെ കാണാനുള്ള സമയം ഉണ്ടാവില്ല. അവൻ ഫോണിൽ നോക്കിയിട്ട് ആ ഫോണിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളാണ് ഇതിന്റെ കാരണക്കാരെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് പോട്ടെ. അപ്പോ പരാതി എന്ന് പറയുന്ന ആ ഒരു പരാതി പറയാനുള്ള പാറ്റേൺ ഉണ്ടാവുന്നത് ഈ ആദ്യകാലം മുതലാണ്. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കാലം മുതൽ ഈ 8 വയസ്സ് വരെയുള്ള കാലം കൊണ്ട് നമ്മളിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുന്നതാണ്, പാരന്റിൽ നിന്നും കോപ്പി ചെയ്തെടുക്കുന്നതാണ് കുട്ടിക്ക് കിട്ടുന്ന ആ പരാതി പറയൽ മനോഭാവം. നമ്മുടെ അപ്പനമ്മമാരിൽ നിന്നും ശേഖരിച്ചു വെച്ച സ്വഭാവ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്ന പരാതി. നമ്മൾ അവരെ പോലെ പെരുമാറുന്നു എന്നൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ പലപ്പോഴും ബിഹേവിയർ പാറ്റേണുകളെല്ലാം തന്നെ അതിന്റെ തുടർച്ചയാണ്. അച്ഛന്റെ മാത്രമല്ലല്ലോ നമ്മള്, അമ്മയുടെയും കൂടെയാണ്. അമ്മയുടെ മാത്രമല്ലല്ലോ, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെയാണ്. വീട്ടിലാരൊക്കെയാണോ സ്ഥിരമായിട്ട് വരുന്നത് ഇവരുടെ പാറ്റേണുകൾ നമ്മൾ സ്വീകരിച്ചു. ഇതിന്റെ ഒരു ആകത്തുകയായിരിക്കും നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയിലെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ ശരിയല്ല എന്ന കാര്യം. ലോകത്ത് നോർമലായിരിക്കുന്നത് ഒരേ ഒരാളേ ഉള്ളൂ, അത് ഞാനാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. ശരിയല്ലേ? നിങ്ങളെല്ലാവരും കരുതുന്നത് എങ്ങനെയല്ലേ? നിങ്ങളാണ് നോർമൽ, ബാക്കിയൊക്കെ നോർമലാണെന്നല്ലേ? ഇത് ഒരു നാട്ടുനടപ്പാണ്, ഒരു പൊതുധാരണയാണ്. ഞാൻ ശരിയും മറ്റുള്ളവരൊന്നും ശരിയല്ലായിരിക്കും എന്നുള്ളത് ഒരു ധാരണയാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെ കാണുമ്പോഴും എന്റെ നിലവാരത്തിലേക്ക് വന്നില്ല എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം വേണമെന്നുള്ളപ്പോ അത് സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഞാനാണ്, എന്റെ കാഴ്ചയാണ്, കാഴ്ചപ്പാടാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തും. ഇതിന്റെ കാരണം നീയാണ്, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവാണ്, മറ്റൊരു വസ്തുതയാണ് എന്ന രീതിയിൽ നമ്മൾ നിലനിർത്താറുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഒരു ബോധമുണ്ടല്ലോ, ഞാൻ ബോധം എന്നുള്ളത്. ഞാൻ ബോധത്തെ നിലനിർത്തേണ്ടത് ഓരോ ജീവിയുടെയും ആവശ്യമാണ്. ഒരു പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ ആ ഞാനെ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇതുവരെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് ചെയ്തത്, ഞാൻ ശരിയായിട്ടാണ് ചെയ്തത്, ബാക്കിയുള്ളിടത്തായിരുന്നു പ്രശ്നം എന്ന രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ത്വര കൂടെ നമുക്കുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന മലമാണ്. ഞാൻ എന്ന മലം, ആണവമലം എന്ന് പറയും. ഞാൻ എന്ന ബോധമില്ലെങ്കിൽ ഒരു ജീവിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്നുള്ള ഭാവമുണ്ടെങ്കിൽ ആ ജീവിക്ക് അത് അപകടമാണ്. ആ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നാണ് ഞാൻ ചെയ്തത് ശരിയാണെന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതി. ഇതിന്റെ ഒക്കെ കാരണം ഇപ്പൊ ഞാൻ പരാതി പറയുന്ന ശീലം വന്നത് നമ്മുടെ ചെറിയ കാലം മുതലുള്ള നമ്മുടെ ശീലങ്ങളുടെ പാറ്റേൺ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കളിൽ നിന്നും ഫിസിക്കലി ആർജിച്ച, ഇമോഷണലി ആർജിച്ച, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആർജിച്ച, കണ്ടും കേട്ടും ആർജിച്ച, ബോധം കൊണ്ട് ആർജിച്ച, ധാരണ കൊണ്ട് ആർജിച്ച പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പാറ്റേൺ ഉണ്ടായതെന്ന് പറഞ്ഞു. നമുക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ടാണ്, തൃപ്തിയില്ലാത്ത സാഹചര്യങ്ങൾ ചുറ്റുപാടും വരുന്ന സമയത്ത് ഞാനെന്നുള്ള നോർമാലിറ്റിയോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോഴാണ് ഇത് അവതരിപ്പിക്കാനുള്ള, ഇത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ നമ്മളിൽ വരുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഇതാണ് കണ്ടു വളർന്നത്, കണ്ടു പഠിച്ചത്. പക്ഷെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയിലെ എല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു എന്ന തിരിച്ചറിവില്ലായ്കയാണ്. പ്രകൃതിയെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്കയാണ്. ഈശ്വരീയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്കയാണ്. ഈശ്വര വിശ്വാസമുള്ളവരുണ്ടാവാം, ഈശ്വരനെ എതിർക്കുന്നവരുണ്ടാവാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലെങ്കിൽ ഉണ്ടാവുന്ന ചില പുലിവാലുകളുണ്ട്. ഒന്നാമത്, പ്രകൃതി എന്നുള്ളത് ഒരു ജൈവ സംവിധാനമാണ്, കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്നത്. ഇവിടെ സ്ഥിരം വരുന്ന ആളുകൾക്ക് ഇത് അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. പ്രപഞ്ചം എന്ന കൂടിനകത്ത്, പ്രപഞ്ചം എന്ന ഒരു വലിയ കൂടാണ്. ആ കൂടിനകത്ത് കുറെ കുട്ടി കൂടുകളുണ്ട്, അതാണ് ഗാലക്സികൾ. ഓരോ ഗാലക്സികളാകുന്ന കൂടിനകത്തും ഓരോ സൗരയൂഥങ്ങൾ പോലുള്ള നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അതിൽ സൗരയൂഥം എന്നുള്ള നക്ഷത്ര സമൂഹം ആകുന്ന കൂടിനകത്താണ് ഭൂമി എന്ന കൂട്. കുറെ ഗ്രഹങ്ങളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഭൂമി എന്ന കൂട്. ഭൂമി എന്ന കൂടിനകത്താണ് ജൈവരാശിയാകുന്ന കൂട്, അതിനകത്താണ് മനുഷ്യരാശി എന്ന കൂട്. മനുഷ്യരാശി എന്ന കൂടിനകത്താണ് നമ്മൾ ഓരോ മനുഷ്യരാകുന്ന ഓരോ കൂടുകളും. നിങ്ങളാകുന്ന ഓരോ കൂടിനകത്ത് നിങ്ങളുടെ അവയവങ്ങളാകുന്ന ഓരോ കൂടുകളുണ്ട്. അവയവങ്ങളാകുന്ന കൂടിനകത്ത് കലകളാകുന്ന കൂടുകളുണ്ട്. കലകളാകുന്ന കൂടിനകത്ത് കോശങ്ങളാകുന്ന കൂടുകളുണ്ട്. ഇങ്ങനെ കൂടുകൾക്കകത്ത് ഒറ്റ ശരീരമായിരിക്കുന്ന ഈ സംവിധാനത്തെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഞാൻ വേറെ നീ വേറെ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ സംവിധാനങ്ങളെല്ലാം ജീവനുള്ളവയാണ്. നമ്മുടെ അറിവിൽ ഭൂമിക്ക് ജീവനില്ലല്ലോ, അല്ലെ? ഭൂമി എന്ന് പറയുന്നത് ഒരു മൃതവസ്തുവാണ്. കല്ല്, കട്ട, ഇരുമ്പിന്റെ കുറ്റി,
എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, കരിക്കട്ട എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംവിധാനമാണ് ഭൂമി. ഭൂമിക്ക് ജീവനില്ല. അതുകൊണ്ടാണ് നമുക്ക് കൈക്കോട്ടെടുത്ത് അതിനെ വളരെ ഈസി ആയിട്ട് വെട്ടി ഇളക്കാൻ കഴിയുന്നത്. ജീവൻ എന്ന് വെച്ചാൽ എന്താ? ജീവന്റെ താക്കോലും പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അക്ബാലെ. ജീവൻ എന്ന് പറയുന്ന സാധനം എന്താ? നമ്മുടെ ഡോക്ടർമാർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ വ്യവസ്ഥ വെച്ചാൽ നിങ്ങളൊരു വ്യവസ്ഥയാണ്, നിങ്ങളുടെ ശരീരം ഒരു വ്യവസ്ഥയാണ്, കോശങ്ങൾ ഒരു വ്യവസ്ഥയാണ്, നിങ്ങൾ ജീവിക്കുന്ന ഭൂമി ഒരു വ്യവസ്ഥയാണ്, സൗരയൂഥം ഒരു വ്യവസ്ഥയാണ്, ആറ്റം ഒരു വ്യവസ്ഥ. ഇതൊക്കെ വ്യവസ്ഥകളാണ്. ഒരു വ്യവസ്ഥയുടെ സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയോഗമാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ സൗകര്യപ്രകാരം ചിലർ നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, മനുഷ്യരാശിയുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചില കഥകൾ പാഠപുസ്തകങ്ങളിൽ കൂടെ പഠിച്ചതാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ സ്വയം പ്രവർത്തന സംവിധാനമാണ്. ആ സ്വയം പ്രവർത്തന സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവും. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കാത്തവർക്കൊക്കെ അത് ശരിയാവും. മണ്ണ് നമ്മൾ ദിവസവും രാവിലെ മുറ്റം അടിച്ചു വാരി തൂത്ത് ഇടാറുണ്ട്. കുറച്ചു നാൾ നമ്മൾ ഒരു മാസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. തിരിച്ചു വരുമ്പോൾ എന്താ ഉണ്ടാവുക? എല്ലാ ചപ്പും ചവറൊക്കെ അവിടെ വീണ് അവിടെയൊക്കെ മറ്റേ പുല്ല് മുളച്ച് ചെടികളൊക്കെ മുളച്ചുണ്ടാവും. നമ്മുടെ തോല് പോയി കഴിഞ്ഞാൽ മറ്റേ ശരീരം പുനഃസ്ഥാപിക്കുന്നത് പോലെ മണ്ണിന്റെ മുകളിലുള്ള പുതപ്പിനെ പുനഃസ്ഥാപിക്കാൻ പ്രകൃതി ശ്രമിക്കും. കാരണം പ്രകൃതി ഒരു ബയോളജിക്കൽ എലമെന്റ് ആണ്, ജൈവ വസ്തുവാണ്. എനിക്ക് ജീവനുണ്ട്, ഭൂമിക്ക് ജീവനില്ലാന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഭൂമിക്കകത്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ആനപ്പുറത്തിരിക്കുന്ന കൊതുകിന്റെ ഒരവസ്ഥയാണ്. ആനപ്പുറത്ത് പാപ്പാനിരുന്ന് ആനയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ പാപ്പാന് ബോധമുണ്ട് എന്നേക്കാളും വലിപ്പമുള്ളതാണ് ആനാന്ന്. പക്ഷെ കൊതുകിന് ആ ബോധമില്ല, കാരണം കൊതുക് തിരിച്ചറിയുന്നില്ല. പക്ഷെ കൊതുക് അങ്ങനെ വിചാരിക്കുകയാണെങ്കിലോ, ഞാനിതിന്റെ മുകളിലിരിക്കുന്നു, ഞാൻ പറയുന്നതനുസരിച്ച് ഇത് നടക്കുന്നു. ഈ പല്ലി തട്ടിന്റെ അടിയിൽ ചാരിയിരുന്നിട്ട് ഞാനാണ് ഈ തട്ടിനെ മറ്റേ താങ്ങി നിർത്തുന്നത് എന്ന് വിചാരിച്ചാലത്തെ അവസ്ഥ എന്താ? ഇതുപോലെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ഭൂമിക്ക് അകത്തിരുന്നിട്ട് ഭൂമിയുടെ പുറത്താണെന്നുള്ള ധാരണയിലാണ് ജീവിക്കുന്നത്, ഭൂമിയെ കൺട്രോൾ ചെയ്യാനെന്നുള്ള ഒരു രീതിയിൽ. അങ്ങനെ നോക്കുമ്പോൾ ഭൂമി എന്നുള്ള ഒരു അജൈവ വസ്തുവാണ്, ജീവനില്ലാത്തതാണ്. പക്ഷെ ഭൂമി എന്നുള്ളത് ജീവനുള്ളതാണ്. ജീവൻ എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തന സംവിധാനമുള്ളതാണ്. ആ ഭൂമിക്ക് നമുക്കുള്ളതുപോലെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ജീവനുണ്ട്, അറിവുണ്ട്, ചൈതന്യമുണ്ട്. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ ഭൂമിക്കുമുണ്ട്. അതിലെ ആ ജീവൻ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാത്തിനെയും സ്വയം ക്രമീകരിക്കുന്നുള്ള. നിങ്ങൾക്കൊരു അസുഖം വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു അസുഖം വന്നു, ആക്സിഡന്റിന്റെ കാര്യമല്ല പറയട്ടോ, ആകസ്മികമായിട്ടൊരു അസുഖം വന്നു. അസുഖം വന്നാൽ ചെയ്യാനുള്ള നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ ഉടനെ തന്നെ അടുത്ത ഒരു ഫാമിലി ഡോക്ടറെ ചെന്ന് കാണാൻ പോകും, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ചെന്ന് കാണാനും പോകും. അസുഖം മാറാൻ എളുപ്പത്തിലൊരു മാർഗം പറയട്ടെ, നിങ്ങൾ ആരെയും പോയി കാണാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതിരിക്കുക വെച്ചാൽ ഒന്നും ചെയ്യരുത്. ശ്വാസം വലിക്കുക, വെള്ളം കുടിക്കുക, ഇതല്ലാതെ വേറൊന്നും ചെയ്യാതിരിക്കുക. എന്തസുഖമാണെങ്കിലും മാറിക്കോളും, എന്തസുഖമാണെങ്കിലും അത് മാറിക്കോളും. പിന്നെ അസുഖം വന്ന് മരിക്കുന്നതിന്റെ കുറച്ചൊരു 10 മിനിറ്റ് മുമ്പ് ഉപസിക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോഴല്ല, അസുഖം വന്നു, നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാൽ മതി, പ്രവർത്തനം ചെയ്യുന്നത് നിർത്തിയാൽ മതി, വെറുതെ കിടന്നുറങ്ങിയാൽ മതി, സംഭവം ശരിയായിക്കോളും. എന്തുകൊണ്ടാ? ശരീരത്തിന് ജീവനുണ്ട്. ജീവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വയം പരിചരണം, സ്വയം സംഘാടനം. അത് ശരീരത്തെ സംഘടിപ്പിക്കുന്നത് സ്വയം പരിചരണം, സ്വയം സംരക്ഷണം, സ്വയം വംശീകരണം എന്നുള്ളതാണ്. ആ സ്വയം പരിചരണം കൊണ്ട് ശരീരം അത് ശരിയായിക്കൊള്ളും എന്ന ആ ഒരു വർത്തമാനം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഭൂമിക്കുണ്ടെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഭൂമിക്ക് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഭൂമിയെ നന്നാക്കാൻ നടക്കുന്നത്, പരിസ്ഥിതിയെ നന്നാക്കാൻ നടക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളാന്ന് വിചാരിക്കുന്നത്. ഭൂമിക്കുള്ള ശേഷി നമുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഭൂമിക്ക് ഇതിനെല്ലാം നന്നാക്കിയെടുക്കാനുള്ള ശേഷിയുണ്ട്. അവിടെ ഭൂമിയുടെ ഒരു നല്ല ചന്തമുള്ള ഡിസൈൻ ഉണ്ട്. അതിൽ ഒരു ഡിസൈനാണ്, ചന്തമുള്ള ഡിസൈനാണ് ഞാൻ, ഒരു ഡിസൈനാണ് നിങ്ങൾ, അതുപോലെ ഒരു ഡിസൈനാണ് സൂര്യകാന്തി പൂവ്, അതുപോലെയുള്ള ഒരു ഡിസൈനാണ് ഈ കമ്പിളിപ്പുഴു. കമ്പിളിപ്പുഴു ചൊറിയെന്നുള്ള അർത്ഥത്തിൽ നോക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. അല്ലാതെ ഒരു അർത്ഥത്തിൽ നോക്കിയാലോ എന്ത് രസമാണ് അതിന്റെ ആ പൂടയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ സുന്ദരമായ രീതിയിലാണ് പ്രകൃതി എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ആ ക്രമീകരണത്തിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് എല്ലാം സ്വാഭാവികമായി ഒഴുകുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഒരുപാട് നിയമങ്ങളും ഒരുപാട് പ്രതിഭാസങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒളിമ്പസിന്റെ മറ്റേ ഫെലോഷിപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രവാസ സംഘത്തിലൊക്കെ പങ്കെടുത്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അതോടെ ഇരിക്കട്ടെ.
അപ്പോ പ്രകൃതി എല്ലാത്തിനെയും ഭംഗിയായി ക്രമീകരിച്ചു കൊണ്ടിരിക്കും. ഈ ഭംഗിയായി ക്രമീകരിക്കുന്ന അതിനിടയിൽ നിങ്ങൾക്ക് ഏതു വഴിക്ക് പോകണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രകൃതി തരുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് മനസ്സ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് തീരുമാനിക്കാം മനസ്സ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നു, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു എനിക്ക് ഇന്നത് വേണമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ഒരു വഴിക്ക് പോകുന്നു. നിങ്ങൾക്ക് ശരീരത്തിന്റെ പ്രവർത്തനത്തിനായിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റിക്കായിട്ട് ഭക്ഷണം വേണം. ഈ ഭക്ഷണം വേണമെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് തോന്നുമ്പോൾ, കോശങ്ങൾക്ക് തോന്നുമ്പോൾ, കോശം കലയോട് ചോദിക്കും, കല നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഉടനെ തന്നെ അടുത്തുള്ള ഭക്ഷണം എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ഈ വന്ന ചോദ്യത്തിനുള്ളൊരു മറുപടി കൊടുക്കും. വിശക്കുന്നു എന്ന് പറഞ്ഞതിനുള്ള ആ പരിഹാരമായിട്ട് നമ്മളൊരു പോഷണം ആയിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ നിങ്ങളും അകത്തെ തലങ്ങളും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇതുപോലെ നിങ്ങളും പുറത്തുള്ള തലങ്ങളും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷന്റെ ഇടയിൽ ആ ഒരു കണ്ണിയായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രകൃതിക്ക് നല്ലൊരു ഡിസൈൻ ഉണ്ട്, സുന്ദരമായൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിൽ ഇതെല്ലാം ഭംഗിയായിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ. നമുക്കൊരു കോശത്തിന് ഭക്ഷണം വേണമെന്ന് തോന്നുന്ന സമയത്ത് അത് കലകളോട് പറഞ്ഞ്, കോശം കലയോട് പറഞ്ഞ്, കല അവയവത്തോട് പറഞ്ഞ്, അവയവം നിങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തോട് പറഞ്ഞ്, സമൂഹം അടുത്തുള്ള പ്രകൃതിയോട് പറഞ്ഞ്, പ്രകൃതി അവിടെ നിന്നും ഒരു സാധനത്തെ ഉരുവാക്കി അത് സമൂഹത്തിന് കൊടുത്ത്, സമൂഹം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്ത്, അമ്മ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ വായിലേക്ക് തന്ന്, അത് നിങ്ങളുടെ അവയവത്തിലേക്ക് പോയി, അവയവം കലക്കി കൊടുത്ത്, കല കോശത്തിന് കൊടുക്കുന്ന ഒരു ചെയിൻ കണ്ടോ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗംഭീര ഡിസൈൻസ് ആണ്. ഈ ഗംഭീര ഡിസൈനിനിടയിൽ ഇതെല്ലാം ചന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയാത്തവന് പരാതി പറയാനുണ്ടാവും. ഈ ചന്തമായിട്ടാണ് ഒഴുകുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ പരാതി. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഈ ലോകം എന്ന് പറയുന്നത് ഗർഭകാലത്ത് നമ്മൾ പഠിച്ചല്ലോ. ഗർഭകാലത്ത് അമ്മ അസ്വസ്ഥതയിലായിരുന്നു നമ്മൾ പഠിച്ചു. അതുകൊണ്ട് അസ്വസ്ഥതയുള്ളതാണ് എന്റെ ചുറ്റുപാടെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. അസ്വസ്ഥതയുള്ളതാണ് ചുറ്റുപാടെന്ന് ധരിച്ചിരിക്കുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റേറ്റ് എന്താ? അസ്വസ്ഥതയാണ്. എന്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഞാൻ രൂപം കൊണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അസ്വസ്ഥമായ ഇടമാണ് എന്റെ സ്ഥലം എന്നുള്ളത്. ഈ ടൗണിൽ ജീവിക്കുന്ന ആളുകൾ, ടൗണിന്റെ ഓരത്ത് വീടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ അവരൊക്കെ അങ്ങനെ മട്ടുപാവി പോയിരുന്നിട്ട് വെളിയിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകണം നോക്കിക്കൊണ്ടിരിക്കും. കുറെ ആളുകൾ അങ്ങോട്ട് ചലിക്കുന്നു, കുറെ ആളുകൾ ഇങ്ങോട്ട് പോകണതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ മൊത്തം തിരയിളക്കമുള്ള ഒരു ഇടമാണ് അവരുടെ വീട്. അവരെ പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് താമസം മാറ്റിക്കുക, നമ്മൾ അവരെ മാറ്റി പാർപ്പിക്കുകയാണെന്ന് ഇരിക്കട്ടെ. കാട്ടിൽ പോയി ജീവിച്ചു എന്നാണ് അവർ പറയുക. ഗ്രാമത്തിൽ പോയി ജീവിച്ചു എന്നല്ല, ഞങ്ങൾ കാട്ടിലാണ് ഇപ്പൊ എന്നാണ് പറയുക. കാരണം എന്താ? അവർക്ക് ചുറ്റും അവരുടെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചുറ്റും നിറയെ ആളുകളുള്ള, ചുറ്റും വാഹനങ്ങളുള്ള, ചുറ്റും ശബ്ദമുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ ശീലിച്ചത് അതാണ് നമ്മുടെ നോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ അസ്വസ്ഥയായ അമ്മയുടെ വൈകാരിക മണ്ഡലത്തിൽ ജീവിച്ച് വളർന്ന് വെളിയിലേക്ക് വന്ന് ഇവിടുത്തെ സാംസ്കാരിക രീതി അനുസരിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും എന്നുള്ളത് എന്നോട് യുദ്ധം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ള ധാരണയിലായിരിക്കും വളർന്നു വരിക. അവന്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് ഈ അസ്വസ്ഥമായ പശ്ചാത്തലമാണ്, പരിസരമാണ്. അവന്റെ മനസ്സിലാണത്. യഥാർത്ഥത്തിൽ പ്രകൃതി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഈ ഒരു സവിശേഷ ഡിസൈനാണ് പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഡിസൈൻ അറിയാതെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഞാൻ അസ്വസ്ഥമായ ഒരു നോർമൽ വേൾഡിലാണ് ജീവിക്കുന്നതെന്നാണ്. അപ്പോ നോർമാലിറ്റി എന്ന് പറയുന്നത് അസ്വസ്ഥമാണ് എന്ന് എന്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. എന്നാലോ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എവിടെന്നാ? എന്റെ ആന്തരിക ചോദനയിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ആന്തരിക ചോദനയ്ക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഭക്ഷണം എന്ന് പറയുന്നത് എന്റെ കോശങ്ങളിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ? ഇതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പലതും കണ്ടുവയ്ക്കുന്നു. ഇപ്പോ ഒരു ടി വി, എന്റെ വീട്ടിൽ ടി വി ഇല്ല, അടുത്ത വീട്ടിൽ ടി വി ഉണ്ട്. അപ്പൊ ഞാനിത് നിരന്തരം കാണുകയാണ്. കാണുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണണം. അവരൊക്കെ അവരുടെ വീട്ടിലിരുന്ന് ടി വി കാണുന്നു. എന്റെ വീട്ടിൽ ടി വി ഇല്ല, അതുകൊണ്ട് എനിക്ക് ടി വി വേണം എന്നുള്ള ആഗ്രഹം തോന്നും. ഇപ്പൊ ആധുനിക കാലത്തൊക്കെ അതൊക്കെ ബേസിക് നെസസിറ്റി ആയിട്ടാണ് വരുന്നത്. ഞങ്ങളൊക്കെ വളർന്ന കാലത്ത് ടി വി അടുത്ത വീട്ടിൽ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ആവശ്യമായിട്ട് പിന്നീട് തോന്നും, ഒരാഗ്രഹമായിട്ട് തോന്നും. ഭക്ഷണം വേണമെന്ന് കോശത്തിന് തോന്നിയതുപോലെ എന്റെ അവയവങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ടി വി വേണം എന്നുള്ളത്. എന്റെ ബുദ്ധിക്ക് തോന്നുന്നു, ഞാൻ കണ്ട ലോക
ലോകവീക്ഷണം അനുസരിച്ച് ഇവിടെ ഇത് വേണമെന്ന് എന്റെ നോർമാലിറ്റിക്ക് തോന്നുന്നു. അപ്പൊ ഞാനത് വാങ്ങിക്കാനൊരുങ്ങുന്നു. ഈ തോന്നലുണ്ടായി, എനിക്കത് ഉണ്ടായിട്ടില്ല. അതായത് ടി വി വേണമെന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്റെ വീട്ടിൽ ടി വി ഇല്ല. ടി വി വാങ്ങിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അപ്പൊ പിന്നെ എന്തായി? അസംതൃപ്തിയായി, അതൃപ്തിയായി. ഈ അതൃപ്തി എന്നുള്ള സംഭവം ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചിട്ടുണ്ട്. അതൃപ്തി വന്നു കഴിഞ്ഞാൽ അത് ഉടനെ പ്രകടിപ്പിക്കണം. അച്ഛൻ ആരോടെ പ്രകടിപ്പിച്ച? അമ്മയോട്, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയോട്, അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛനോട്. അമ്മ ആരോടെ പ്രകടിപ്പിച്ച്? ഭർത്താവിനോട്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരോട് ആരോടെങ്കിലും പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് എന്റെ പാറ്റേൺ. ഞാൻ അറിയാവുന്ന, ഞാൻ മനസ്സിലാക്കിയ നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നതാണ്. എന്റെ അസ്വസ്ഥത ഉണ്ടാക്കിയാൽ അടുത്തിരിക്കുന്ന ആളിലേക്ക് അത് പകർന്നു കൊടുത്തിട്ട് ഞാൻ എന്നെ ഡിസ്ചാർജ് ചെയ്യാണ്. ടി വി ഇല്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ പരാതിപ്പെടും. ഇതാണ് നമ്മുടെ പരാതിയുടെ സ്വഭാവം. ചോദന എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാവും. ടി വി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, കലയെ ആഗ്രഹിച്ച കോശവും, അല്ല കോശം ആഗ്രഹിച്ച കലയും, കലയെ ആഗ്രഹിച്ച അവയവവും, അവയവം ആഗ്രഹിച്ച വ്യക്തിയും, വ്യക്തി ആഗ്രഹിച്ച പരിസ്ഥിതിയും അത് നൽകും. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. പ്രകൃതിയുടെ ഡിസൈൻ എന്ന് വെച്ചാൽ ഗംഭീര ഡിസൈനാണ്. ആ ഡിസൈൻ മനസ്സിലാക്കാത്തത് കൊണ്ട് വിശപ്പ് വന്നു കഴിഞ്ഞാൽ വിശക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? വിശന്നു, ഭക്ഷണം കിട്ടിയില്ല, ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കിട്ടാത്തത് എന്തുകൊണ്ടാ? അപ്പുറത്തിരിക്കുന്നവരോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഭക്ഷണം കിട്ടുന്ന അറിയാത്തത് കൊണ്ട്. അറിയുന്ന ഒരാൾക്ക് ഭക്ഷണം കിട്ടിയിരിക്കും, ഭക്ഷണം വേണമെന്ന് വിചാരിച്ചാൽ കിട്ടിയിരിക്കും. കിട്ടിയിരിക്കുന്നു വെച്ചാൽ അതാണ് പ്രകൃതിയുടെ ഡിസൈൻ. അത് ഓട്ടോമാറ്റിക്കലി അത് സാധനം കൊടുത്തിരിക്കും. നമ്മളുണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കുടിക്കാനുള്ള പാലും അതിനുള്ള സജ്ജീകരണം അമ്മയിൽ ഉണ്ടാക്കി വെച്ച ആളാണ് പ്രകൃതി. നമ്മൾ ജനിക്കുന്നതിന് എത്രയും മുമ്പ് തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ പ്രകൃതി നമുക്കിത് തരില്ല എന്ന് കരുതുന്നത് നമ്മുടെ ഒരു മൗഢ്യമല്ലേ? അപ്പോ അതിനെക്കുറിച്ച് അറിയാത്തപ്പോ നമുക്ക് എന്താ തോന്നുക? ഭക്ഷണം വേണമെന്ന് തോന്നി, എനിക്ക് കിട്ടില്ലല്ലോ, എന്റെ പരാതിയാണ്. കിട്ടാൻ വഴിയില്ലല്ലോ, എനിക്ക് അതിനുള്ള സംവിധാനമില്ലല്ലോ എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ്? നമ്മുടെ ജനിച്ച കാലം മുതലുള്ള ശീലത്തിൽ നിന്നാണ്. അപ്പോ നമുക്കിവിടെ ഒരു അനുഭവം വന്നു, നമുക്ക് അറിയില്ല പ്രകൃതി ഇത് തരുന്നുള്ളത്, അതുകൊണ്ട് നമുക്കത് പരാതിയായി. ആ പരാതി പറയുന്ന ശീലം നമുക്ക് നേരത്തെ തന്നെ സമൂഹത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, നമ്മൾ ജീവിച്ച പ്രാഥമിക പരിസ്ഥിതിയിൽ നിന്നും നമുക്ക് കിട്ടി. അത് നമ്മൾ ശീലിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു മെന്റൽ പാറ്റേൺ ആയിട്ട്, നമ്മുടെ ന്യൂറൽ പാത്വേ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കുന്നു. ഇനി അടുത്ത വേറൊരു സംഭവം, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ നെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന് പറയുന്നത് ഡീപ്പിക്കോളജിയുടെ ഒരു കാഴ്ചയാണ്. ഇനി ഡീപ്പിക്കോളജിയുടെ മറ്റൊരു കാഴ്ചയുണ്ട്. ശരീരമുണ്ട്, നമുക്ക് ജീവനുണ്ട്. ജീവനുള്ള ശരീരത്തിന് ആ ജീവനെ കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സുണ്ട്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ധർമ്മങ്ങളെ കർമ്മമാക്കി മാറ്റാനുള്ള നമ്മുടെ ഒരു ആസൂത്രണ സംവിധാനമാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത നിമിഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശകലനം ചെയ്ത് പ്ലാൻ ചെയ്യാനുള്ള ഒരു ആസൂത്രണ സംവിധാനമാണ്. ബോധത്തിന്റെ ഒരു ആസൂത്രണ സംവിധാനമാണ് മനസ്സെന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടവർക്ക് ഇഷ്ടം പോലെ വീഡിയോസ് അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ കാണാം. അപ്പോ അത്തരത്തില് നമുക്ക് ഈ ആസൂത്രണ സംവിധാനം നമുക്കുള്ളപ്പോ ഈ ആസൂത്രണ സംവിധാനത്തെ കുറിച്ച് പ്രകൃതിക്ക് ഒരു കണക്കുണ്ട്. പ്രകൃതിക്ക് തനിയെ നേരിട്ട് ചെയ്യുന്നതിന്റെ വർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ആസൂത്രണം തന്നിരിക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഒരു ക്യാമ്പ് സൈറ്റ്, നമുക്ക് വീട് ഇവിടെ ഉണ്ട്, നമുക്ക് അപ്പുറത്ത് വേറൊരു സൈറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ സൈറ്റിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഒരാളെ നിയോഗിക്കും, സൂപ്പർവൈസർ. സൂപ്പർവൈസറുടെ വെറുതെ കയറിയിട്ട് ഒരാളെ വഴി കൂടെ പോകുന്ന ഒരാളെ സൂപ്പർവൈസർ ആക്കി വെക്കില്ല. അവിടെ അത് ചെയ്യാൻ ശേഷിയുള്ള ഒരാളെ അവിടെ നിർത്തിയിട്ട് അയാളോട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ പറയും. ഓണർ ഞാനാണ്, അതോറിറ്റി ഞാനാണ്, പക്ഷെ നീ അവിടെ കാര്യങ്ങൾ ചെയ്യൂ. എന്റെ ബുദ്ധി അവിടെ വന്ന്, എന്റെ ശരീരം അവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് ഞാൻ ശമ്പളം തരുന്നു, നീ അവിടെ നിന്നോ കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയും. ഇതുപോലെ ഈ ലോക്കലൈസ്ഡ്, പ്രകൃതിയുടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഭാഗമായിട്ടുള്ള, പ്രകൃതിയുടെ പ്രദേശമായിട്ടുള്ളതാ എന്റെ ശരീരം. ആ ശരീരത്തോട് നീ ഇവിടുത്തെ പ്രാദേശിക കർമ്മങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തന്ന ആ ആസൂത്രണ സംവിധാനത്തിന്റെ പേരാണ്, ഇവിടുത്തെ സൂപ്പർവൈസറുടെ പേരാണ് മനസ്സ്. ഈ മനസ്സ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ മനസ്സിന് ഈ മുതലാളിയുടെ വേദനയും മുതലാളിയുടെ സ്ട്രക്ചറും ഒന്നും അറിയില്ല. മുതലാളിക്ക് എല്ലാ സംവിധാനം ഉണ്ടെന്നുള്ളത് ഈ മാനേജർക്ക് അല്ലെ സൂപ്പർവൈസർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് സൂപ്പർവൈസറുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ താൻ പോയി പരിഹരിക്കണം എന്നുള്ള ഒരു ഭാവം അയാൾക്കുണ്ടാവും. ഈ സൂപ്പർവൈസർമാരുടെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെയൊക്കെ ഭരിച്ചിട്ട് മുതലാളിയെ കാണുമ്പോൾ മാത്രമാണ് ഈ മറ്റേ തലക്കെട്ട് ഊരി കക്ഷത്ത് വെച്ചിട്ട് കുനിഞ്ഞു നിൽക്കുക. ബാക്കി സമയത്ത് നെഞ്ചും പിരിച്ചു നിന്നിട്ട് അഹങ്കാരം കൊണ്ടാണ് നിൽക്കുക. ഈ അഹങ്കാരം കൊണ്ട് തന്നെ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള തോന്നൽ ഇവിടെ ഉണ്ടാവും. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള തോന്നലാവുന്ന സമയത്ത് മുതലാളി ഇതെല്ലാം ക്ലിയർ ആക്കിക്കൊള്ളും എന്നുള്ള കാര്യം അറിയില്ല. എന്റെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ശരീരം തനിയെ ശരിയാക്കുമെന്ന് പറഞ്ഞതുപോലെ മുറ്റത്ത്
നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന മുറ്റത്തെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിയാൽ ഭൂമി അതിനെ വീണ്ടും പുതപ്പിച്ച് പഴയ രീതിയിൽ സുന്ദരമായ ഒരു പ്രദേശം എന്നതുപോലെ ഞാൻ ജീവിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് എനിക്ക് വേണ്ടതെല്ലാം പ്രകൃതി ഒരുക്കിത്തരും എന്ന കാര്യം അറിയാത്ത സൂപ്പർവൈസറായ മനസ്സ് ഇത് നടന്നില്ലല്ലോ എന്നുള്ളതിൽ പരാതിപ്പെടും. അവിടുത്തെ പരാതി എന്ന് പറയുന്നത്, മനസ്സിന്റെ പരാതി എന്ന് പറയുന്നത് പലപ്പോഴും ഞാനിപ്പോ പറഞ്ഞൊരവസ്ഥയിൽ സൂപ്പർവൈസറുടെ പരാതിയാണ്, അതായത് അഹങ്കാരത്തിന്റെ പരാതിയാണ്. ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ നടന്നില്ല, എനിക്കത് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല, നീ കാരണമാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ നിന്നത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന രീതിയിലുള്ള ഒരു പരാതി ഉണ്ടാവും. ഇത് വേണമെന്ന് ആഗ്രഹിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോശത്തിന് ഭക്ഷണം വേണമെന്ന് ആഗ്രഹിച്ചപ്പോ കലകൾ കൊടുത്തു, കലകൾക്ക് വേണമെന്ന് ആവശ്യിച്ചപ്പോ അവയവങ്ങൾ കൊടുത്തു, അവയവങ്ങൾ വേണമെന്ന് ആശിച്ചപ്പോ വ്യക്തി കൊടുത്തു. അതുപോലെ ഞാൻ വേണമെന്ന് പ്രകൃതിയോട് ആശിച്ച പ്രകൃതി എനിക്ക് തരുന്ന അറിയാത്തത് കൊണ്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവുമല്ലോ. ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന നിയമമാണ് പറഞ്ഞു കേട്ടോ. അപ്പോ ആ ഒരു അറിവില്ലാത്തത് കൊണ്ട്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്ന കാര്യം അറിയാത്തത് കൊണ്ടാണ് ഞാനത് വേണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല എന്ന പരാതി പറയുന്നത്. അത് അഹങ്കാരം കൊണ്ട് പറയുന്ന. അപ്പോ എന്തൊക്കെയായി? ജനിച്ച കാലം മുതൽ പരാതി പറയുന്ന ശീലം. മനസ്സുകൊണ്ട് ഇവിടെ എനിക്കത് കിട്ടിയില്ല എന്നുള്ള ഒരവസ്ഥ, സമൂഹത്തിലെ മറ്റു ഘടകങ്ങളെയും ഒക്കെ നമ്മളെ ഭാഗമാണെന്ന് കരുതാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് സംഭവം വരാത്തത്. ഞാനിവിടെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിന് പകരം നമ്മൾ ആദ്യം എന്റെ ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുന്നത് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്കിത് കിട്ടില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, ദൈവത്തോട് നിങ്ങളൊരു കാര്യം പ്രാർത്ഥിച്ച ദൈവം തന്നിരിക്കും. ദൈവത്തിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കും കൃത്യമായിട്ട്. നമ്മൾ ആപ്ലിക്കേഷൻ എഴുതും, ഭഗവാനെ എനിക്ക് പണം വേണം, പക്ഷെ എനിക്ക് തരാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിടും. ആപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യം എഴുതുക ഭഗവാനെ പണം വേണം എന്നൊക്കെയാ, അവസാനം എഴുതുന്നത് എനിക്ക് തരാൻ ആരുമില്ലല്ലോ. അത് നമ്മുടെ സിഗ്നേച്ചറായിട്ട് അവിടെ കിടക്കും. ദൈവം നോക്കി ആരാ എനിക്ക് തരാൻ ആരുമില്ലാത്തൊരാൾ, എന്നാ ആരുമില്ല പൊക്കോ അനുഭവിച്ചോ എന്ന് പറയും. ഇത് തന്നെയാണ് നിരന്തരം ഉണ്ടാവുക. നമ്മൾ നമ്മുടെ മനോചിത്രം കൊണ്ട്, മനോഭാവം കൊണ്ട് ഇതിങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പരാതി കൊണ്ട് നമ്മൾ എപ്പോഴും ഈ കാര്യത്തെ സ്റ്റേറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മളൊരു പരാതി പറയുന്നതിലൂടെ, പരാതി എന്താണ്? എനിക്കിത് കിട്ടുന്നില്ല, എനിക്കിത് പോരാ, എനിക്ക് തൃപ്തിയായില്ല എന്നുള്ളതാണ് പരാതിയായി പറയുന്നത്. അത് നമ്മുടെ ന്യൂറൽ പാത്വേ ഒക്കെ വർക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ അത് ഒരു ശീലത്തിന്റെ ഭാഗമായി പറഞ്ഞു, പരാതിയായി പറഞ്ഞു, അഹങ്കാരം കൊണ്ട് പറഞ്ഞു. ഈ പറഞ്ഞു കഴിഞ്ഞാലുള്ള അടുത്ത എഫക്ട് എന്താ? നമ്മൾ എന്താണോ പറയുന്നത് അതാണ് പ്രകൃതി നൽകുക. നമ്മൾ എന്താണോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രകൃതിക്ക് മനസ്സിലാവുക, അതാണ് പ്രകൃതി തരിക. പരാതി പറയുന്നവന് ആ പരാതി പറയുന്ന കാര്യങ്ങൾ സാധൂകരിച്ചു കൊടുക്കാൻ പ്രകൃതി എപ്പോഴും തയ്യാറാണ്. പ്രകൃതി സംബന്ധിച്ചിടത്തോളം ഇവൻ പരാതിയാണ് പറയുന്നതെന്നല്ല മനസ്സിലാക്കുക. ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത്, പലപ്പോഴും പ്രാർത്ഥനയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിക്കലാണ്. ആ സമർപ്പിക്കുന്ന ഒരാൾക്കും അവന്റെ കഷ്ടപ്പാട് തീരൂല. കാരണം ഇവൻ പരാതിയാണ് പറയുന്നത്. പരാതി എന്തായിട്ടാണ് കൊടുക്കുന്നത്, ആ പരാതിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ അയാൾക്ക് ജീവിതത്തിൽ ആവർത്തിച്ചു വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഒരു ഭക്ഷണം വേണമെന്ന് കോശം കലയോട് പറഞ്ഞപ്പോ ഭക്ഷണം വേണമെന്നുള്ള തൃഷ്ണയാണ്, ഭക്ഷണം വേണമെന്നുള്ള ചോദനയാണ് ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നത്. അപ്പോ ഭക്ഷണത്തോടുള്ള ആ ഒരു പ്രണയമാണ് സത്യത്തിൽ ഉണ്ടാവുന്നത്. പ്രണയം എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അത് അറിയാമായിരിക്കും. പ്രണയം എന്ന് വെച്ചാൽ കാമല്ല. വിശപ്പ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? വിശന്നിട്ടുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും? എനിക്ക് സംശയമാണ് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ജനിച്ച കാലം മുതൽ ദിവസം 3 നേരം 5 നേരം 10 നേരം ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയില്ല. പകരം അറിയുന്നത് എന്തറിയോ? ആ സ്ഥിരം ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ച ശരീരത്തിൽ ആ സമയത്ത് ദഹനരസങ്ങൾ ഉണ്ടാവുന്ന സമയം വരുമ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവിടെ ഈ ദഹനരസങ്ങളൊക്കെ അവിടെ പിടിയും വലിയും നടത്തും. അത് മൊത്തം കഷ്ടപ്പാടും ദുരിതമായിട്ട് തോന്നും. അതാണ് വിശപ്പ് എന്നാണ് നമ്മുടെ ധാരണ. വിശപ്പ് എന്നുള്ളത് എങ്ങനെയാണെന്നറിയും? വിശപ്പും പ്രണയവും ഏതാണ്ട് ഒരേ സാധനം തന്നെയാണ്. വിശപ്പ് എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള ചില എലമെന്റുകൾ പോഷണത്തിന് ആവശ്യമുള്ളത്. പ്രണയം എന്നുള്ളത് ഇതിന്റെ സ്വയം പരിചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വിശപ്പുണ്ടാവുന്നതെങ്കിൽ, സ്വയം വംശീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രണയം കാമമൊക്കെ ഉണ്ടാവുന്നത്. ആ കാമത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യത്തെ ഗൈഡ് ലൈനാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നതിന്റെയും വിശപ്പ് എന്ന് പറയുന്നതിന്റെയും പിന്നണിയായിട്ട് പ്രകൃതി തത്വശാസ്ത്രം പറയുന്ന ബലം എന്ന് പറയുന്നത് ക്വസ്റ്റോൺ ആണ്. ആ ക്വസ്റ്റോൺ എന്ന് പറയുന്ന ആ ഒരു അർത്ഥനാബലം പ്രേഷണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്, വിശക്കുന്നിടത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പ്രണയം. നിങ്ങൾ നല്ല രീതിയിൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും.
പ്രണയമുള്ള കാലത്ത് നമ്മൾ ആ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യും, അപാര എനർജി ആയിരിക്കും, നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവും. ഈ രീതിയിലുള്ള ഒരു പ്രണയം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിശപ്പ് എന്ന് പറയുന്നത്. വിശന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, പ്രണയിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. നിങ്ങൾക്ക് പ്രണയം ഒരു 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 വ്യക്തിയോടല്ല, നമുക്കൊരു സാധനത്തോടാണെന്നിരിക്കട്ടെ, അത് കിട്ടും. അതിന് ഏറ്റവും നല്ല സാധനമാണ് മനുഷ്യനും ഒരു വസ്തുവും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, മദ്യമാണ്, ലഹരി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പരിചയമുള്ള കുടിയന്മാരെ എടുക്കുക. ഏതെങ്കിലും കുടിയന് പണമില്ല എന്നുള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? കുടിക്കാൻ പണമില്ല എന്നുള്ളത് കൊണ്ട് കുടിക്കാൻ ഏതെങ്കിലും കുടിയന്മാർക്ക് അങ്ങനെ വരാറുണ്ടോ? അറിയാവുന്ന കുടിയന്മാരെയൊക്കെ അടുത്തൊന്നും നോക്കുക. അവരെ സംബന്ധിച്ചോളം ആ കുടിക്കേണ്ട സമയത്ത് ആരെങ്കിലും കൊണ്ട് കൊടുക്കും, അവർക്ക് ആരെങ്കിലും വിളിച്ചിട്ട് പോകും. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ നിന്നും കോശങ്ങളിൽ നിന്നും കോശങ്ങളിലേക്ക് പകർന്നു വരുന്ന ഈ ക്വസ്റ്റോൺ എന്ന് പറയുന്ന സംഭവം കൃത്യമായ രീതിയിൽ ഒരു ചോദനയായിട്ട്, അവരുടെ ഒരു പ്രേരണയായിട്ട് അവർ വെളിയിൽ നിന്നും ആകർഷിക്കുന്നതാണ്. ആ ആകർഷണം അവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കും. അതൊരു ഇമോഷനാണ്. ആ മദ്യപിക്കുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഇമോഷനാണ്. പ്രണയം പോലത്തെ, പ്രണയത്തിനേക്കാളും ശക്തമായിട്ടുള്ള ഇമോഷനാണ്. ആ ഇമോഷൻ അവിടെ നിന്ന് ഉള്ളിൽ വരുന്ന സമയത്ത് അത് സംഭവിക്കും. അത് ആ വേണമെന്നുള്ള ആത്യന്തിക ഭാവമാണ്. ആ വേണമെന്നുള്ള ആത്യന്തിക ഭാവത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് ആ മദ്യത്തിന്റെ രുചി, ആ മദ്യത്തിന്റെ ഗന്ധം, മദ്യത്തിന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആലസ്യം. ആ ഗംഭീരാണ്. ഇത് തന്നെയല്ലേ പരാതി പറയുമ്പോഴുണ്ടാവണം. പരാതി പറയുന്ന വിഷയത്തിൽ അയാൾ ചെയ്ത കുഴപ്പം, പരാതി പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വിഷമം, ഞാൻ അനുഭവിച്ച ദുരിതം, എന്റെ അനുഭവങ്ങൾ, ഇതല്ലേ നമ്മൾ പരാതി പറയുമ്പോഴുണ്ടാവുന്നു. ഈ മദ്യപിച്ച ആള് അയാളുടെ ആ സുഖം, ലഹരി എന്നുള്ള സാധനത്തെ എങ്ങനെ വൈകാരികമായി പെർഫോം ചെയ്തോ, എങ്ങനെ അതിനകത്ത് നിന്നിട്ട് അയാൾ വെളിയിലേക്ക് എങ്ങനെ പ്രഭവിപ്പിച്ചോ, അങ്ങനെ വെളിപ്പെടുത്തിയോ, ഇതേ അവസ്ഥയിൽ തന്നെയല്ല പരാതി പറയുമ്പോൾ നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഞാൻ കുഴപ്പത്തിൽ ചെന്ന് ചാടി, അല്ലെങ്കിൽ എനിക്കങ്ങനെ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പരാതി നിങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്നത് എന്താണ്? നിങ്ങൾ ആ കടന്നു വന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഈ മദ്യപാനി മദ്യത്തെക്കുറിച്ച് ഭാവന ചെയ്യുന്നത് പോലെ തന്നെയല്ലേ നിങ്ങൾ ഇതിനെയും ഭാവന ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത്, ആനുഭൂതികമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. മദ്യപാനിക്ക് മദ്യം കിട്ടിയ പോലെ നിങ്ങൾ എന്തിനെ കുറിച്ച് പരാതിപ്പെടുന്നു, ആ സാധനം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പോരും, ആരെയും കൊണ്ടുതരും. പ്രത്യേകിച്ച് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് കൊണ്ടുതരും. ഇതാണ് പരാതിയുടെ കുഴപ്പം. അപ്പൊ പരാതി ഉണ്ടാകുന്ന ഘടന നമ്മൾ പറഞ്ഞു, പരാതിയുടെ കാരണങ്ങൾ, പശ്ചാത്തലങ്ങൾ പറഞ്ഞു. ഈ പരാതി മാറാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പരാതി ഒരു ശീലമാണ്, പരാതി പറയുന്നത് ശീലമാണ്, പക്ഷെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പരാതി പറയാനുള്ള സാധ്യത പ്രകൃതി കൊണ്ടുതരും. കാരണം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആ വൈകാരികാവസ്ഥയാണ്, ആനുഭൂതികാവസ്ഥയാണ് പ്രകൃതിക്ക് മനസ്സിലാവുക, ഉപരിവ്യവസ്ഥയ്ക്ക് മനസ്സിലാവുക. ഉപരിവ്യവസ്ഥ നിങ്ങൾക്ക് അത് തന്നുകൊണ്ടിരിക്കും. മദ്യപാനിയുടെ കാര്യം ആലോചിച്ചാൽ മതി. മദ്യപാനി ആ മദ്യത്തിന്റെ വൈകാരികാവസ്ഥയിൽ, മദ്യത്തിന്റെ ആ സുഖത്തിൽ, അതിന്റെ മണത്തിൽ, അതിന്റെ ഗന്ധത്തിൽ അഭിരമിച്ചുകൊണ്ട്, അതിനെ ഭാവന ചെയ്തുകൊണ്ട്, അത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മദ്യം കിട്ടുന്നത് പോലെ നിങ്ങൾ കഷ്ടപ്പാടിൽ അഭിരമിച്ചുകൊണ്ട്, കഷ്ടപ്പാടിന്റെ ആ സുഖമണ്ഡലത്തെ, കഷ്ടപ്പാടിന്റെ സുഖമണ്ഡലം, കഷ്ടപ്പാടിനെ നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്ത്, കഷ്ടപ്പാട് മനസ്സിൽ നിറച്ചു വെച്ചിട്ടാണ് പരാതി പറയുന്നത്. ആ പരാതി, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരും, ഫ്രീ ആയിട്ട് പോരും. ഒരു തടസ്സം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത സാധനം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് പരാതിയുടെ ഒരു അനാട്ടമി എന്ന് പറയുന്നത്, പരാതിയുടെ രസതന്ത്രം എന്നൊക്കെ പറയാനാണെങ്കിൽ. നമ്മള് പരാതി പറയാനുള്ള കാരണങ്ങൾ വെളിയിൽ നിന്ന് ആരും ഉണ്ടാക്കണമല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മൾ പരാതി പറയും, വീണ്ടും അനുഭവങ്ങൾ ഉണ്ടാവും, വീണ്ടും അതിനെക്കുറിച്ച് പരാതി പറയും, വീണ്ടും ഇത് മരിക്കുന്നത് വരെ തുറന്നുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടണേ ഭഗവാനെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരതിനൊരു വഴി തേടും. ഭഗവാനോട് ഞാൻ ഇത്രയേറെ പറഞ്ഞു എന്നിട്ടും മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ടും മനസ്സിലായില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലേ, ഇതിനൊരു പരിഹാരം വേണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്നവര് വഴിമാറി ചിന്തിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ്, ആ ബോക്സിന്റെ വെളിയിൽ നിന്ന്, ആ വട്ടത്തിന്റെ വെളിയിലേക്ക് ചാടി വെളിയിൽ നിന്നും നോക്കും. നിങ്ങൾ എപ്പോ ഒരു പ്രോബ്ലത്തിലായിരിക്കുമ്പോഴും പ്രോബ്ലത്തിനകത്ത് നിന്നിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രോബ്ലത്തിന്റെ വെളിയിൽ നിന്ന് മാത്രമേ ആ പ്രോബ്ലത്തെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനെ സൊല്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പരാതി പറച്ചിൽ നിന്ന് വെളിയിലേക്ക് വന്നു നിന്നുകൊണ്ട് ഈ സ്വഭാവം ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കഷ്ടപ്പാടും ദുരിതവും മാറ്റണം നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്ര പറയാൻ തോന്നിയാലും ശരി പരാതി പറയുന്ന അങ്ങ് നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തു വെച്ചതിന്റെ മുകളിലേക്കുള്ള വീണ്ടും ആ ശവപ്പെട്ടിയുടെ മുകളിൽ വീണ്ടും ആണിയടിക്കുകയാണ്, ഒരിക്കലും അത് തുറന്ന് വെളിയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ. ചിരിക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഈ പരാതി എന്ന് പറയുന്ന സംഭവം നമ്മൾ ആണിയടിക്കുകയാണ്, നമുക്ക് ഉണ്ടായ റിയാലിറ്റിയുടെ മുകളിലേക്ക് നമ്മൾ ആണിയടിച്ച് കയറ്റുകയാണ്. പുതിയൊരു ആണി അടിക്കാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പരാതി പറയുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ പരാതി പറയുന്നത് എന്നേക്കുമായിട്ട് നിർത്തുക. രണ്ടാമത്തെ കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ ഒരു ഗംഭീര ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിൽ ഈ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്തോ കിട്ടാത്തത് കൊണ്ടാണ്. എനിക്ക് ചക്ക കിട്ടണമെന്ന് തോന്നി, ചക്ക കിട്ടിയില്ല, അതുകൊണ്ട് ചക്ക തരാത്ത അയാളെ കുറിച്ച്, ചക്ക കായ്ക്കാത്ത പ്ലാവിനെ കുറിച്ച്, ചക്കയില്ലാത്ത ദേശത്തെ കുറിച്ച് ആണ് ഞാൻ പരാതി പറഞ്ഞത്. ഈ നാട്ടിൽ ചക്ക കിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ചക്ക ഉണ്ടായിട്ട് തന്നില്ല, അല്ലെങ്കിൽ ഈ പ്ലാവിൽ ചക്ക ഉണ്ടായില്ല എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോ നമ്മുടെ മുന്നിൽ രസകരമായിട്ട് ഉണ്ടാവാൻ പോകുന്ന കാര്യം, നമ്മൾ അങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, കിട്ടുന്നില്ല എന്നും നമ്മൾ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യവും സംഭവിക്കും. ചക്ക നമ്മുടെ മുന്നിലൂടെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും, നമുക്ക് ചക്ക കിട്ടില്ല. കാരണം പരാതിയാണല്ലോ, പരാതിയിലെ കഥാപാത്രം ചക്കയാണ്. അപ്പൊ ചക്ക നമ്മുടെ മുമ്പിലെത്തും, പക്ഷെ ചക്ക നമ്മുടെ കയ്യിലെത്തില്ല. അയാൾ എനിക്ക് തന്നില്ല എന്നല്ല പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല എന്നാണല്ലോ നമ്മുടെ ഭാവം. ആ ഭാവം അത് സംഭവിക്കും. ചക്ക മുമ്പിലൂടെ കടന്നുപോയി നമ്മുടെ കൈ കിട്ടാതിരിക്കുകയും ചെയ്യും. പരാതി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചക്ക ഇല്ലാത്ത നാടും ചക്ക തരാത്ത മരവും ചക്ക തരാത്ത മനുഷ്യരുമാണല്ലോ നമ്മുടെ കഥയിൽ ഉണ്ടായിരുന്നത്. ഈ കഥയൊന്നും മാറ്റുക. നിറയെ ചക്കയുള്ള മരം, നിറയെ ചക്കയുള്ള നാട്, നിറയെ ചക്ക തരുന്ന ആളുകൾ, നിറയെ ചക്ക തരുന്ന അനുഭവം, ഇതിനെ നമ്മൾ ഉരുവാക്കാൻ മനസ്സിൽ ഭാവന ചെയ്യുക. അതിന്റെ ഒരു വൈകാരികാവസ്ഥയിലേക്ക് പോവുക. അതിന്റെ ഒരു വൈകാരികാവസ്ഥയിലേക്ക് പോയിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതാണ് ഈ കള്ളുകുടിയന്മാര് കള്ളിനെ ആകർഷിക്കുന്നത് പോലെ. ആരും എനിക്ക് കള്ളു വാങ്ങിച്ചു തന്നില്ല എന്നുള്ള പരാതിയല്ല, എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഈ പൂച്ചയുണ്ടല്ലോ, പൂച്ചയെ നിങ്ങളുടെ അടുത്ത് പൂച്ചക്കിട്ട് 2 കൊടുത്തിട്ട് നിങ്ങൾ ഒരു വഴിക്ക് പറഞ്ഞു നോക്കൂ, അല്ലെ പൂച്ചയെ പിടിച്ചൊന്ന് എറിഞ്ഞു നോക്കൂ, ആ വീണെടുത്ത് 4 കാലിൽ ലാൻഡ് ചെയ്യും. വീണെടുത്ത് 4 കാലിൽ ലാൻഡ് ചെയ്ത ശേഷം അവിടെ നിന്ന് എഴുതിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പൂച്ച അങ്ങ് പോകും. ഇവൻ ആരടാ എന്നെ അറിയാൻ, ഇവന്റെ തലക്കിട്ട് 2 കൊടുക്കണം എന്ന് ഒരു മലയാളി ചിന്തിക്കുന്ന ഭാവത്തിൽ പൂച്ച ചിന്തിക്കില്ല. പൂച്ച എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കും. ഇതുപോലെ കള്ളുകുടിയനാണെങ്കിൽ ഏതെങ്കിലും കള്ളുകുടിയന്മാരുടെ ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളെ കുലമടിച്ച് കുറ്റം പറയുന്നതല്ല. കള്ളുകുടിയന്മാരാണെങ്കിൽ അവര് നീ എന്താ എനിക്ക് കള്ളു വാങ്ങിച്ചു തരാത്തതെന്ന് ആരോടും പരാതി പറയാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേട്ടാ? ഒരു 100 രൂപ, പിന്നെ അവരെന്തെങ്കിലും ചിലപ്പോ ചെറിയ കഥയൊക്കെ പറഞ്ഞു വരും. നുണാന്ന് പറയാൻ പാടില്ല കേട്ടോ, കഥാന്നേ പറയാവൂ. അപ്പോ ചെറിയ കഥയൊക്കെ പറയും. കഥയൊക്കെ പറഞ്ഞിട്ട് അവർ ആ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ വാങ്ങിച്ചിട്ട് ഒരു 2 പെഗ് കിട്ടാനുള്ള വഴി ഉണ്ടാക്കും. അതേ നോക്കുള്ളൂ. ഈ പൂച്ച വീണെടുത്തുനിന്ന് പൂച്ച പ്രതികാരം ചെയ്യാൻ പോകുന്നതിന് അവർ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുമല്ലോ. അതുപോലെ മദ്യപാനിയും ഇനി അത് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുക. ചക്ക നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചക്ക കിട്ടാനുള്ള വഴികൾ. നിങ്ങളുടെ വീട്ടിൽ പ്ലാവില്ലയോ, പ്ലാവിനെ നട്ടുണ്ടാക്ക്. ചക്കയുള്ള വീട്ടുകാരുമായിട്ട് സൗഹൃദത്തിൽ അവർ ചക്ക തിന്നിട്ട് നിങ്ങൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഭാവന ചെയ്യേ. ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുക. ചക്ക നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. തരാൻ ആരുമില്ല എന്നുള്ള കഥ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ദൂരെ കളയും. ഒരു ചക്ക ഇങ്ങടെ ഉള്ളിൽ നിറയട്ടെ. ഇവിടെ ഇത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെയേറെ രസകരമായിട്ടുള്ള പ്രാക്ടീസുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ചക്കയും പൊന്നിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. പൊന്നിയുടെ ആദ്യത്തെ ഗർഭകാലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ തുമ്പത്താണ് ചക്ക. നല്ല മധുരമുള്ള ചക്കയാണ്. പൊന്നിയുടെ ഗർഭകാലത്ത് മുഴുവൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അടുപ്പത്ത് വെച്ച ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോ പുള്ളിക്ക് ചക്ക വേണം തോന്നുമ്പോ ഏട്ടാ ചക്ക വേണമല്ലോ എന്ന് പറയും. ഒരു ശബ്ദം കേൾക്കുക. അപ്പൊ ഈ പറഞ്ഞു തീരുന്ന അത് കഴിഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റിന്റെ ഉള്ളിൽ അപ്പുറത്തെ ചക്ക വീഴും. ചക്ക നിന്ന് മടുത്ത് കഴിയുമ്പോൾ പുള്ളി പറച്ചൽ നിർത്തും.
പിന്നെ ചക്ക വീഴില്ല. ഭാവന എപ്പോ വരുന്നോ ആ സമയത്ത് അത് സംഭവിച്ചിരിക്കും. നിങ്ങൾ ഈ മദ്യപാനി മദ്യത്തെ ആഘോഷിക്കുന്നത് പോലെ കാംക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടതെന്തോ അത് കാംക്ഷിക്കൂ. നിങ്ങൾ വേണ്ടാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന പരാതിയാണ് സംഭവിക്കുക. വേണ്ടതെന്തെന്ന് കാംക്ഷിച്ച ചക്കയുടെ ചിപ്സ്, ചക്ക വഴറ്റിയത്, ചക്ക പായസം, ചക്ക കൊണ്ട് ഒരു പൂരന്റെ ഉള്ളിൽ നടക്കട്ടെ. പറയുമ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരണം. അതുപോലെ നിങ്ങളുടെ വായിൽ വെള്ളം വരട്ടെ. ചക്ക നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. സന്തോഷത്തിന്റെ രസകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ വിഭാവനം ചെയ്യുക, നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. അത്ര ഈസിയാണ് സംഭവം. പരാതി പറയുന്നത് നിർത്തിയാൽ തന്നെ ആ പ്രശ്നങ്ങൾ തീരും. നിങ്ങൾക്ക് വേണ്ടതെന്ന് ഫോക്കസ് ചെയ്യുക, അതിലേക്ക് വരും. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് ഒരു 1-2 ചെറിയ ചുളുക്ക് വിദ്യകൾ കൂടി ഉണ്ട്. ഇപ്പൊ ഈ കുഴല് ബാത്റൂമിന്റെ ഒക്കെ കുഴലുണ്ടല്ലോ, അതുപോലെ മറ്റേ അടുക്കളയിൽ നിന്നും വെളിയിലേക്ക് ഇങ്ങനെ ഓസ് വെച്ചിട്ടുണ്ടാവല്ലോ, സിങ്കിൽ നിന്നും വെളിയിലേക്ക് പൈപ്പ് വെച്ചിട്ടുണ്ടാവല്ലോ. ഇതിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ചില സമയത്ത് ചിലപ്പോ ഈ ചോറോ കരിവേപ്പിലയോ ഒക്കെ പോയിട്ട് അടിയാറുണ്ട്. അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ വഴി സാധനങ്ങൾ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഓലിട്ട് കുത്തിയിട്ട് ഈ സാധനത്തെ അങ്ങ് കളയും. അതായത് ആ സിങ്കിനകത്തേക്ക് വരുന്ന സാധനം അതിനകത്തേക്ക് തങ്ങിക്കിടന്ന അതിനപ്പുറത്തേക്കുള്ള ഒഴുക്ക് നടക്കില്ല. ഒരു കുഴലാണെങ്കിൽ കുഴലിൽ കൂടെ പ്രവാഹം നടക്കണം. അതുകൊണ്ടാണ് കുഴൽ എന്ന് പറയുന്നത്. പ്രവാഹം നടക്കുന്ന രീതിയിൽ ആണ് അതിന്റെ ഘടന, അങ്ങനെ ആയിരിക്കണം. അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവാഹം നടക്കില്ല, പിന്നെ കുഴലിന്റെ പർപ്പസ് നടക്കില്ല. അതുപോലെ നിങ്ങളിലേക്ക് വന്നു ചേർന്ന കാര്യങ്ങളെല്ലാം തന്നത് ആരാ? അതിന് വിഷമമായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ധനമായിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, ആരാണ് തന്നത്? നിങ്ങളാണ് തന്നത്, നിങ്ങൾ ഉണ്ടാക്കിയാണെന്നൊക്കെ പറയാം. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾ പ്രകൃതിയുടെ ഒരു രൂപീകരണമല്ലേ? അല്ല ആണ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് പിന്നീട് ചോദിക്കണട്ടോ. ചോദ്യോത്തരയുടെ സമയത്ത് കൃത്യമായിട്ട് ചോദിക്കണം. നിങ്ങൾ പ്രകൃതിയുടെ രൂപീകരണമാണെന്ന് ഞാനിപ്പോ പറയുന്നു, അതെങ്കിലും എടുക്കുക. പ്രകൃതിയുടെ രൂപീകരണമായിട്ടുള്ള നിങ്ങൾക്ക് ഇതെല്ലാം തരുന്നത് ആരാ? ഭക്ഷണം തരുന്നത് ആരാ? പ്രകൃതിയാണ്. വായു തരുന്നത് ആരാ? പ്രകൃതിയാണ്. നിങ്ങൾക്ക് വേണ്ടത് എല്ലാം തരുന്നത് പ്രകൃതിയാണ്. കാരണം നിങ്ങൾ ചോദിക്കുന്നത് തന്നുകൊണ്ടിരിക്കും. അമ്മമാര് മറ്റേ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ? പപ്പടം വേണമെന്ന് പറയും. പപ്പടം സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പപ്പടം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉഴുന്നും മറ്റുമൊക്കെ ചേർത്തിട്ടാണ്, അതിന്റെ ഇടയിൽ മറ്റേ ഇന്ന ഓയിലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പപ്പടം സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള പ്രകൃതിക്കാരായ അപ്പന്റെ വീട്ടില് ഉള്ള അമ്മ കുഞ്ഞു പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ പപ്പടം കൊടുക്കും. കാരണം അച്ഛൻ ധർമ്മത്തെ നോക്കും, അമ്മ എന്താ നോക്കുക? ധർമ്മത്തെ അല്ല, കുഞ്ഞിന്റെ ഇഷ്ടമാണ് നോക്കുക. പ്രകൃതി അങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതങ്ങോട്ട് തരും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആശിച്ച് ചോദിക്കുന്ന സാധനം പരാതിയുടെ രൂപത്തിലാണെന്ന് പ്രകൃതിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്ന സാധനം ഇങ്ങ് തരും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ആ കിട്ടുന്ന സംഭവം, ആ പരാതി പറയുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അത് കിട്ടുമല്ലോ. ഇപ്പൊ കിട്ടിയത്, ഇതിന് മുമ്പ് കിട്ടിയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയായിട്ട്, നമ്മുടെ പരിഭവങ്ങളായിട്ട്, നമ്മുടെ വിഷമങ്ങളായിട്ട്, നമ്മുടെ ദുഃഖങ്ങളായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ തന്നതൊക്കെ ആരാ? ഇതിനൊക്കെ കുറ്റം പറയല്ലേ ചെയ്തിട്ടുള്ളൂ. കുറ്റം പറയുമ്പോഴൊക്കെ തന്നെ ഈ ഉണ്ടായ തടസ്സത്തിന് അവിടെ വീണൊരു ആണ്ടി അടിച്ചു വെക്കുക നമ്മൾ ചെയ്ത്. ഈ പൈപ്പിന്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന സമയത്ത് കുറച്ച് കരുവേപ്പില പോയി, കുറച്ച് ചോറ് പോയി, കുറച്ച് എന്താ പറയാ മുരിങ്ങക്കായുടെ തൊണ്ട് പോയി, ഇതൊക്കെ പോയിട്ട് അവിടെ ചെന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ ഒരു കോലിട്ട് കുത്തി അത് ക്ലിയർ ആക്കുകയാണ് വേണ്ടത്. അത് ക്ലിയർ ആക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ആണോ പ്രശ്നം എന്നാ പിന്നെ അവിടെ രാണി അടിക്കാം, ഞാൻ അടുത്ത പരാതി, അടുത്ത പ്രശ്നം, അടുത്ത കരുവേപ്പില. അതുകൊണ്ട് നമ്മൾ ഒരു സാധനത്തെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവേശിച്ച് അങ്ങോട്ടേക്ക് പോവോ? ഇതങ്ങോട്ട് ഒഴുകി പോവോ? ആ ഫ്ലോ ത്രൂ ആവോ? ഇല്ല. അവിടെ നമ്മളൊരു കോലിട്ട് കുത്തി ഇതിനപ്പുറത്തേക്ക് കടത്തണം. നമുക്ക് എന്ത് കിട്ടിയാലും, നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും തന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതിനെ നമ്മൾ കടത്തിവിടണം. കടന്നു പോകുവാൻ, നമ്മളൊരു കുഴലിനെ പോലെ നമ്മളിൽ കൂടെ കടന്നു പോകുവാൻ അനുവദിക്കണം. അതിനെ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പദമുണ്ട്, ലെറ്റ് ഗോ എന്ന്. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഗോ എന്ന് പറയുന്നതിന് വേറൊരു മുഖം കൂടിയുണ്ട്, ലെറ്റ് ഗോഡ് എന്ന്. പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം എന്നുള്ളത് ശരിയാക്കിക്കൊള്ളും. അതിനെ നമ്മൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യത്തെ ദൈവം ബാക്കി നോക്കിക്കോളും. അതിന്റെ പണി അതുണ്ടാക്കിയവൻ നോക്കിക്കോളും. അതെങ്ങനെ കടന്നു പോയിക്കോട്ടെ. മാത്രല്ല, നിങ്ങൾക്കൊരു സാധനം ആരെങ്കിലും ഒരു ചോക്ലേറ്റ് തന്നിരിക്കട്ടെ, നിങ്ങൾ എന്താ ചെയ്യുക? താങ്ക് യു എന്ന് പറയും, അല്ലെ? നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു, നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ഉടനെ തന്നെ താങ്ക് യു എന്ന് പറയുന്നു.
നിങ്ങൾക്ക് ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് കൃതജ്ഞതയാണ്. അത് കൃതജ്ഞത തരുമ്പോഴാണ് ആ തന്നതും നിങ്ങൾ കൊടുത്തതും തമ്മിൽ ചേർത്തിട്ട് കംപ്ലീറ്റ് ആവുക. ഈ കുഴലിലൂടെ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് കുഴലിനകത്തേക്ക് കയറിയത്, ഇത് കുഴൽ വഴി കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ പോയിന്റിൽ ഈ സാധനം ക്ലിയർ ആയിരിക്കുക. കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് നിയമമുണ്ട്. ഒരു ജംഗ്ഷനിൽ, വയറുകളുടെ ഒരു ജംഗ്ഷനിൽ വന്നു ചേരുന്ന കറണ്ടുകൾ ഇവിടെ ആകത്തുക എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അത് ഇവിടുന്ന് ഇത്ര കറണ്ട് ഇവിടേക്ക് വന്നു, 10 ആംപിയർ കറണ്ടിൽ 10 വഴികളിൽ കൂടെ കറണ്ട് ഇങ്ങോട്ടേക്ക് വന്ന 10 വഴികളിൽ കൂടെ അല്ലെങ്കിൽ വന്ന ആകത്തുകയും ആ മുഴുവൻ പോയി തന്നെ ആകണം. പോയി കഴിയുമ്പോൾ അവിടുത്തെ ആകത്തുക എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇത് ഒരു പൊതു നിയമമാണ്, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ആ പ്രതിഭാസം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെ അതേപോലെ കടത്തിവിടണം. ഈ കടത്തിവിടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വരുന്ന കാര്യത്തിന് കൃതജ്ഞത പറയലാണ്. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, തരുന്നത് പ്രകൃതിയാണോ? പ്രകൃതി ആരാണ്? നിങ്ങളെ ഇട്ടിരിക്കുന്ന മഹാഗർഭപാത്രം, ഭൂമിയാകുന്ന ഗർഭപാത്രത്തിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് തരുന്നതെല്ലാം നിങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്, നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചോദിക്കും? നിങ്ങൾ പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ പപ്പടം തിന്നു കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണെന്ന് അച്ഛനാണ് അറിയുക. അമ്മ അതിനെക്കുറിച്ച് കൺസേർട്ട് അല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് അമ്മ കണക്കാക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഏത് ഭക്ഷണമുണ്ടോ ശരീരത്തിൽ കൂടെ കടന്നു പോയിക്കോളും. നിങ്ങൾ ഇഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും ചോദിച്ചു വാങ്ങിക്കുന്ന എന്ത് കാര്യവും അത് കടത്തിവിടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ അതിന് നന്ദി പറയുക. നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ചെറിയ വിഷം തരാൻ പാകത്തിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കട്ടെ, നമ്മളത് സ്വീകരിക്കില്ല. എനിക്കിത് വേണ്ടെന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പാകത്തിൽ ഒരു അനുഭവം വന്നു, നമ്മളത് വേണ്ടാന്ന് പറയും. പ്രകൃതി തരുന്ന ഒരു ദുഃഖം നമുക്ക് തരുന്നു, ആ തന്നു കഴിഞ്ഞാൽ നമ്മളത് വേണ്ടാന്ന് പറയും. നമ്മൾ അതിനൊക്കെ റിജക്ട് ചെയ്യും. ഈ റിജക്ട് ചെയ്യുന്ന സാധനം ജന്മത്ത് ഉള്ളിൽ പോലെ. ഞാൻ ഈയിടെ ഈ അഭിഷിത് ഗുരുവായൂരിന്റെ ഒരു വീഡിയോ കൊണ്ട് അതിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വികാരം വരുന്ന വെച്ചാൽ നമ്മുടെ റൂമിനകത്ത് മുട്ടുന്ന ഒരു മുട്ടുകാരനെ പോലെയാണ്. അയാളെ സംബന്ധിച്ചുള്ള റൂമിനകത്ത് വന്നിട്ട് എന്തോ കാര്യം ചെയ്തിട്ട് പോകേണ്ടതുണ്ട്. അയാളുടെ ധർമ്മമാണ്. ഇപ്പൊ വെയിറ്ററാണ്, അയാൾക്ക് അതിനകത്ത് വന്നിട്ട് സർവീസ് ചെയ്ത് പോകാറുണ്ട്. അയാളെ വാതിലിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തില്ലെങ്കിലോ തുറക്കുന്നത് വരെ അയാൾ മുട്ടും. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വികാരം വരികയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വിഷമം വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാടോ ദുരിതമോ വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ വാതിൽ തുറന്നു കൊടുത്ത് അത് കടന്നു പോകുവാൻ അനുവദിക്കണം. അത് കടന്നു പൊക്കോളും. നിങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ തുറക്കുന്നത് വരെ, കടന്നു പോകുന്നത് വരെ, ഇത് കടന്നു പോകുന്നവരെ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് മുട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ കടത്തിവിടാനുള്ള മാർഗം എന്താണ്? ഒന്നാമത് ലെറ്റ് ഗോ എന്ന് പറയാം. അതിന് കടന്നു പോകട്ടെ എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്നവന് നന്ദി പറഞ്ഞില്ലേ, അതുപോലെ കഷ്ടപ്പാടോ ദുരിതമോ സന്തോഷമോ സങ്കടമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നവനോട് നിങ്ങൾ നന്ദി പറയുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണില്ലേ, ആ കണ്ണ് നിങ്ങൾക്ക് തന്ന പ്രകൃതിയോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിക്കുന്ന ശ്വാസമില്ലേ, നിൽക്കാതെ ജനിച്ചതിന് ശേഷം ഇത്രയും കാലം ഓടിക്കൊണ്ടിരിക്കുന്ന ശ്വാസം, അതിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഹൃദയമില്ലേ, ആ ഹൃദയത്തിനോട് നന്ദി പറഞ്ഞു. പരാതി അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം മുതൽ നന്ദി പറഞ്ഞു തുടങ്ങുക. പരാതി പറയണത് നിർത്തിയിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. നന്ദി മാത്രം പറയുക. എന്ത് വന്നാലും കടത്തിവിടുക, എന്ത് തന്നെയാണെങ്കിലും കടത്തിവിടുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. പരാതി എന്നുള്ള സംഭവത്തിന്റെ ആ ഒരു രീതിയിൽ നിന്നും മാറുക. ഒരു ശീലം മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറൊരു ശീലത്തെ ഉണ്ടാക്കി ശീലിക്കുകയാണ്. പഴയ ശീലം എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും, പക്ഷെ പോകരുത്, ആ വഴിക്ക് പോകരുത്. പകരം പുതിയ ശീലത്തെ നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. ആ പുതിയ ശീലം എന്ന് പറയുന്നത് നന്ദി പറയുന്ന ശീലമായിരിക്കണം. അപ്പോ നമ്മളിവിടെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നന്ദി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോട് നന്ദി എന്നുള്ള സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുക. ചുറ്റുപാടുമുള്ള കാര്യങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ദിവസം സന്തോഷിപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ ഈ പരാതി പറയുന്ന നിർത്തിയിട്ട് നമ്മളെ ദിവസം സന്തോഷിപ്പിച്ച കാര്യങ്ങൾ ഒരു 3 കാര്യം ദിവസം എഴുതി വയ്ക്കുക വൈകുന്നേരം. എന്നിട്ട് ആ സന്തോഷം തന്ന പ്രകൃതിക്ക് നന്ദി പറയുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, നിങ്ങൾ എത്രത്തോളം വാചകങ്ങൾ എത്രത്തോളം പരാതി വരുന്നുണ്ട്. പരാതി എന്നുള്ള സംഭവം നിങ്ങളുടെ ഏത് കാലത്ത്, അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന കാലത്ത് ഉണ്ടാതായിരിക്കുമോ, അമ്മയുടെ ഒരു പാറ്റേൺ നിങ്ങളിലുണ്ടോ, അച്ഛന്റെ പാറ്റേൺ നിങ്ങളുണ്ടോ, നിങ്ങളുടെ മുത്തച്ഛന്റെ പ്രദേശത്തിന്റെ പാറ്റേൺ നിങ്ങളിലുണ്ടോ, അത്തരം ഒരു ആത്മപരിശോധന നടത്തുന്ന ഒന്നായിരിക്കും. നിങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും ഞാൻ പരാതിയാണോ പറയുന്നതെന്നൊന്ന് ഒന്ന് പരിശോധിക്കുക. എന്ത് പറയുമ്പോഴും ഒന്ന് പരിശോധിക്കുക. ഈ നമുക്കുള്ള ഈ ടി വിയിലൊക്കെ ഒരുപാട് പ്രചാരം കിട്ടുന്ന പരിപാടികൾ, ഈ TV ഷോസിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ,
ഈ നർമ്മ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് കൗണ്ടർ ചെയ്യുക എന്നുള്ളത്, ഒരാൾ പറയുന്നതിന് നേരെ എതിർദിശയിൽ പറയുക. ഒരു ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ എതിർദിശയിൽ ഭാര്യ വർത്താനം പറയാന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആർത്തുല്ലസിച്ചിരിക്കും, കൈയൊക്കെ അടിച്ചു ചിരിക്കും. ഈ കൗണ്ടറിങ് എന്നുള്ളത് നമ്മുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. നമ്മൾ പ്രതികരിക്കാനാണ് നമുക്ക് താല്പര്യം. പ്രതികരിക്കുന്നതിന് പകരം നമ്മൾ അതിന് പറയുക ഇംപ്രവൈസ് ചെയ്യാനാണ്. ഇംപ്രവൈസ് ചെയ്യാന്ന് വെച്ചാല്, ഒരാള് കാള പറ്റൂ എന്നൊരാൾ പറഞ്ഞു, ഉടനെ കയറെടുക്കണം, അതാ വേണ്ടത്. ഫ്രിക്ഷൻ ഉണ്ടാവില്ല. കാള പറ്റൂ എന്ന് പറഞ്ഞാൽ കാള പ്രസവിക്കൂ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമാനായി. സംഘർഷം ഉണ്ടായി. സംഘർഷങ്ങൾ ഒഴിവാകണമെങ്കിൽ നമ്മൾ പ്രതികരണത്തിന് പകരം ശ്രദ്ധിക്കുക, അയാൾ പറഞ്ഞത് ശരിയാണോ, ശരിയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ശരിയല്ലെങ്കിലോ ഒന്ന് പോയി നോക്കണം. കാള പറ്റുന്നത് കാള തന്നെയാണോ പറ്റത്, കയറെടുക്കണോ എന്നുള്ളത് പോയി നോക്കുക. അതിൽ തെറ്റൊന്നുമില്ല. ഇയാൾ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത്. ഇയാൾ പറഞ്ഞതിനെ എതിർക്കുകയല്ല വേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന ഏത് സംഭവമാണെങ്കിലും എതിർക്കാൻ നിൽക്കുന്നതിന് പകരം അതിനെ സ്വീകരിച്ചിട്ട് ഉചിതമായത് ചെയ്യുക. പ്രതികരിക്കുന്നതിന് പകരം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കതിന് ശരിക്കും വീണ്ടും വിചാരം ചെയ്യാൻ പറ്റും. പിന്നെ പരാതിയെ നമുക്ക് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ശാന്തത ശീലിക്കുക. നമ്മളിപ്പോ ഈ മനസ്സിനെ ഇളക്കുന്ന സാധനമാണ് നമ്മുടെ കാഴ്ചകളല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കും. ആ ഇന്ദ്രിയ ചലനത്തെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത് കാഴ്ചയാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഇൻപുട്ട് കുറയും. അതുപോലെ മനസ്സിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം എവിടെയാണെന്ന് പറയും, കയ്യിലും കാലിലും ഒന്നുമില്ല, വായാണ്. മൗനമായിരിക്കുക. ആരെന്ത് പറഞ്ഞാലും ഉടനെ തന്നെ മറുപടി പറയാനെന്നുള്ള സ്വഭാവമില്ലേ, പരാതി പറയുന്ന ആ ഒരു സ്വഭാവമില്ലേ, ആ സ്വഭാവത്തോടെ നിർത്തുക. പകരം മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ മൗനത്തിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ധ്യാനം പരിശീലിക്കുക. പ്രണയം പോലെ ഉറക്കം പോലെ ഉള്ളൊരു സാധനമാണ് ധ്യാനം. നിങ്ങൾക്ക് ഒരിക്കലും ധ്യാനിക്കാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ധ്യാനിക്കാൻ ഞാൻ ശീലിച്ചു, പഠിച്ചു, എന്നിട്ടൊന്നും എനിക്ക് കിട്ടാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ധ്യാനിക്കാൻ വെച്ചാൽ കണ്ണടച്ചെടുത്തിരിക്കുക. എന്നെങ്കിലും ഈ നമ്മൾ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോവില്ലേ, അല്ലെങ്കിൽ നമ്മളൊരു നമ്മളെ എതിർലിംഗത്തിലുള്ള ഒരാളുടെ കൂടെ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അയാളോട് നമുക്ക് അറിയാണ്ടൊരു ഇഷ്ടം തോന്നിപ്പോവില്ലേ, അതുപോലെ നമ്മൾ അറിയാണ്ട് ആ ധ്യാനത്തിലേക്ക് നമ്മൾ വീണു പോകും. അവിടെ നമുക്ക് ശാന്തി നമുക്ക് കിട്ടാൻ തുടങ്ങും. അതുപോലെ തന്നെ മുമ്പിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതി കൊണ്ടെത്തിക്കാമെന്ന് വിചാരിച്ച് ക്ഷമിക്കുക, അതിനോട് ഒരു അനുതാപത്തോട് പെരുമാറുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മൾ അതിലേക്ക് ഈ പരാതി പറച്ചിലിന്റെ ആ കേടുപാടുകൾ നമുക്ക് കുറയുള്ളൂ. പരാതി പറയുന്ന മിക്കവാറും ആളുകൾ പ്രശ്നത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ഈ പരിഹാരത്തെ കുറിച്ച് ആരും പറയാറില്ലല്ലോ, അല്ലേ? എപ്പോഴും നമ്മൾ പരാതിയെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കുറിച്ച് പറയും. പ്രശ്നത്തെ ഫോക്കസ് ചെയ്യുന്നത് പരിഹാരത്തെ ഫോക്കസ് ചെയ്യുക. അതാണ് ചക്കയില്ല എന്ന് പറയുന്നത് ചക്ക വേണം എന്നുള്ളത് ആലോചിക്കുക. ചക്ക ചിപ്സ്, ചക്കപ്പായസം എന്ന് വിഭാവനം ചെയ്യൂ. ചക്ക തരാൻ ആരുമില്ല എന്നുള്ളത് പറയുന്നത് നിർത്തൂ. അങ്ങനെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ശരിയാവും. മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്ന അനുസരിച്ച് നമ്മളെ ഭാവി തീരുമാനിക്കപ്പെടും. പരാതികൾക്ക് പകരം നിങ്ങൾ നന്ദിയാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതം വേറൊരു വഴിക്കായിട്ട് മാറും. ജീവിതം തന്നെ മാറും. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ദിവസവും 3 കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന 3 കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഞാൻ ഇന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാനൊരുക്കുമ്പോൾ ഇതിൽ പരാതി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക. പരാതി ഉണ്ടെന്ന് തോന്നിയാൽ ആ പരാതി അവിടെ നിർത്തുക. അത് നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ഫോൺ വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറയുന്നത് നിർത്തിയിട്ട് ഞാൻ പരാതി പറയാൻ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ആ പണിക്ക് പോകുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. ഇത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ പരാതി വരുന്നുണ്ടോ, ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് ഒരു ചെറിയ ഡിസ്കഷനൊക്കെ നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പരാതിയുടെ ഒരു ജനറൽ അനാട്ടമിയെ കുറിച്ചും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു വഴിയെക്കുറിച്ചും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രകൃതിയുടെ ഒരു ഘടന അനുസരിച്ച് ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ തന്ന സൂചന. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ച് മറുപടി പറഞ്ഞുമൊക്കെ നമുക്ക് ചർച്ചയിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ ഈ പ്രസന്റേഷൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് പറഞ്ഞിട്ട് വേണം അവിടുന്ന് പോകാൻ. അതിനു മുമ്പ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. ഞാൻ പറഞ്ഞതിൽ വ്യക്തത വരാൻ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ പാകത്ത് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചോദിക്കുക. ഞാൻ അവയ്ക്ക് മറുപടി തരാം. അതിനുശേഷം നിരൂപണം കൂടെ ചെയ്തതിന് ശേഷം എവിടെ പോകാൻ. പിന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ആദ്യമായിട്ട് വരുന്നവർ കേട്ടോ,
പേരും ഫോൺ നമ്പറും ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തിടുക. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഉപകരിക്കും. അല്ലെങ്കിൽ ഈ വിൻഡോ ക്ലോസ് ആകുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിൽക്കും. ഓക്കെ, അപ്പോ ഈ അവതരണം ഇവിടെ നിർത്തുന്നു. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു പരാതിയില്ല, സന്തോഷം. നമസ്കാരം.